الحمد لله رب العالمين. اللهم لك الحمد على نعمة الإسلام والإيمان، ولك الحمد أن جعلتنا من أمة محمد عليه الصلاة والسلام. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. نشهد أنه بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വൈദാ മറത്തും ബിരിയാദിൽ ജന്നത്തി ഫർതഉ, സ്വർഗത്തോപ്പിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇൽമിൻ്റെ മജ്ലിസാണ്. അതിനെക്കുറിച്ചാണ് റിയാദുൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനമായി മാറും. അതുകൊണ്ടാണ് സ്വർഗത്തോപ്പിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക ഫർതഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആസ്വാദനത്തിനും കൽപ്പന നൽകുകയും സ്വർഗത്തോപ്പ് എന്ന പ്രത്യേക പേര് നൽകുകയും ചെയ്തിട്ടുള്ള അത്രയും മഹനീയമായ സദസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്നതുകൊണ്ട് അവർ നിയ്യത്ത് നമ്മിൽ എല്ലാവരും ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ സത്യമത്ത് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. ഓരോ ആളുകളും റമദാൻ വരുമ്പോൾ പല നിലക്കുള്ള മാനസികാവസ്ഥയിലാണ്. പല ആളുകളും റമദാനിനെ പല നിലക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കച്ചവടക്കാരായ ആളുകൾക്ക് അവരുടേതായ ചിന്തകളും മേഖലകളും ഉണ്ട്. അതേപോലെ ഓരോ തുറകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ റമദാൻ വരുമ്പോൾ പല രൂപത്തിലാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭൗതികപരമായ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, അത് തടസ്സമൊന്നുമില്ല. എന്നാൽ യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് ആവശ്യമായ നിലക്ക് അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ അവസരങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ, ആ അവസരങ്ങൾ വരുമ്പോൾ അതിനെ അത്രയും ആ നിലക്കുള്ള ഒരു സന്തോഷത്തോടു കൂടിയും ഒരു ആത്മീയമായ അവസ്ഥയിലും അതിനെ കാണുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസികൾ ഉണ്ടായിരിക്കേണ്ട കാര്യം. ഓരോ റമദാനുകളും കടന്നു വരുമ്പോൾ ആ റമദാനിൽ നോമ്പുണ്ട്, തറാവീഹുണ്ട്, മറ്റ് ഇബാദത്തുകളൊക്കെയുണ്ട്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടി. ഓരോ റമദാനുകളും നമ്മൾ അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ, അന്ന് ചേരുമ്പോൾ, അത് നമ്മുടെ മരണത്തിന്റെ സമയം കൂടി കുറിച്ചുകൊണ്ടിരിക്കുകയും ഓരോ ദിവസത്തെയും സൂര്യാസ്തമയങ്ങൾ നമ്മോട് പറയുന്നത് മനുഷ്യ നീ നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ ഖബറിലേക്കും മരണത്തിലേക്കും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ، കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ പള്ളികളിൽ സജീവമായി നോമ്പെടുക്കാനും
അതേപോലെ ഇത്തികാഫിരിക്കാനും തറാവീഹ് നമസ്കാരങ്ങൾക്കും മറ്റുള്ള ദഅവാ സംരംഭങ്ങൾക്കുമെല്ലാം സജീവമായി ഉണ്ടായിരുന്ന പല ആളുകളും ഇല്ല. അവരുണ്ട്, ഭൂമിക്കടിയിലാണ്. അല്ലാഹു തആല ഭൂമിയെ സംവിധാനിച്ചത് അങ്ങനെയാണ്. കുറെ ആളുകൾ ഭൂമിക്ക് മുകളിൽ, കുറെ ആളുകൾ ഭൂമിക്കടി. അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത. ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയിട്ടില്ലേ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. ഭൂമിക്കടിയാണ് നമ്മുടെ ഭൂമിക്ക് മുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു റമദാൻ കടന്നു വരുമ്പോൾ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല എങ്കിൽ ഇനി അതേ ഒരു അവസ്ഥ എനിക്കും നാളെ വരേണ്ടതാണ്. ആ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം. അങ്ങനെ മരിച്ചുപോയ ആളുകളിൽ ഇപ്പൊ നമ്മുടെ നാടുകളിൽ മഹല്ലുകളിലൊക്കെ പള്ളിക്ക് സമീപത്ത് കുറെ ഖബറുകൾ കാണും. അത് ഏതെങ്കിലും കാലഘട്ടത്തിലെ ആളുകളോ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്ന ആളുകളോ അല്ല, നമ്മുടെ വാപ്പമാരാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, സഹോദരൻ, സഹോദരി. അല്ലാഹു തആല അവരുടെ എല്ലാം ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതിലേക്ക് അല്ലാഹു സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. അപ്പൊ റമദാൻ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ചും കൂടി ഒന്ന് ആലോചിക്കുക. ഇനി എത്ര റമദാനുകൾ കുറെ കടന്നു വരും, പക്ഷെ നമ്മൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന ആരോഗ്യം ഇപ്പൊ നമുക്കില്ല. കഴിഞ്ഞ വർഷം ഇല്ലാത്ത കാൽമുട്ട് വേദനയും മൂലവേദനയും തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നിരക്കാത്ത പല തല മുടികളും ഇപ്പൊ നിരച്ചു തുടങ്ങി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മരണത്തിന് അടയാളങ്ങളും സൂചനകളൊന്നും ഇല്ല. ഇതൊക്കെ സൂചനകളാണ്. നമുക്കുണ്ടാകുന്ന ഓരോ ക്ഷീണങ്ങളും ഓരോ സൂചനകളാണ്. നമുക്കുണ്ടാകുന്ന ഓരോ രോഗങ്ങളും നമ്മളെ ബാധിക്കുന്ന ഓരോ പ്രയാസങ്ങളും അതൊക്കെ മരണത്തിലേക്കുള്ള നമ്മുടെ അറിയിപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും പരലോകത്തേക്ക് നമ്മൾ ഒരുങ്ങുവാനും വേണ്ടിയുള്ള അവസരങ്ങൾ തുറന്നു തരികയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതമുള്ളവനാണ്. പല കാരണങ്ങളാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, പൈശാചികമായ പ്രേരണകൾ, മനസ്സിന്റെ ഇച്ഛകൾ, താല്പര്യങ്ങൾ അതിജയിച്ചു വരുമ്പോൾ അതിന്റെ കാരണമായിട്ടൊക്കെ മനുഷ്യൻ തിന്മ ചെയ്യും. പക്ഷെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയത് ഗഫാറുൻ ലിമൻ താബ്, തൗബ ചെയ്യുന്നവർ പുറത്തു കൊടുക്കുന്നവനാണ്. അല്ലാഹു ഗഫാർ എന്ന പദപ്രയോഗത്തിൽ തന്നെ ആശയമാണ്. തൗബ സ്വീകരിക്കുന്നവനാണ്, പാപം കൊടുക്കുന്നവനാണ്. അല്ലാഹുവല്ലാതെ പാപം കൊടുക്കാൻ ആരുണ്ട്? പാപങ്ങളിൽ അതിരുകവിഞ്ഞ എന്റെ അടിമകളെ, നിങ്ങൾ എന്റെ അള്ളാന്റെ കാലത്തെ തൊട്ട് നിരാശരാകരുത്. അള്ളാഹുവിന്റെ ആ വിളി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യാ ഇബാദി, എന്റെ അടിമകളെ. ആരെ വിളിക്കുന്നത്? തെറ്റുകൾ ചെയ്തവരെ. തെറ്റ് ചെയ്യാന്ന് മാത്രമല്ല, തെറ്റുകളിൽ അതിരുകവിഞ്ഞവർ. എന്നിട്ടും അള്ള വിളിച്ചത് ലാ തഖ്നതു, നിരാശപ്പെടരുത് എന്റെ അടിമകളെ. യാ ഇബാദി, എന്റെ അടിമകളെ. അത് നമ്മുടെ റബ്ബിനോ നമ്മോടുള്ള സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ ഭാഗമാണ്. ആ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുവാനും നമ്മളെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും വേണ്ടി അല്ലാഹു തആല റമദാൻ എന്ന മാസത്തെ ഒരുക്കി തരുന്നു. റബ്ബിന്റെ മഹാകാരുണ്യമാണ് റമദാൻ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകൾ അതെല്ലാം കരിച്ചു കളഞ്ഞ് നമ്മെ വൃത്തിയാക്കി സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന ഒരു മാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ട് നിലയ്ക്ക് നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ഒന്ന് വിശ്വാസപരമായ ശുദ്ധീകരണം. ശിർക്ക് ചെയ്താൽ അവന്റെ കർമ്മങ്ങൾ തകർന്ന് പോകുന്നത് അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തൗഹീദില്ലാത്ത റമദാനിലേക്ക് പ്രവേശിക്കുന്ന കാര്യമില്ല. ഇബാദത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദായിരിക്കണം. ഏകദൈവ ആരാധകൻ, ഏകദൈവ വിശ്വാസിയുമായിരിക്കും. ആ വിശ്വാസത്തിന് കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് മാനസികമായ വിശ്വാസ വിശുദ്ധി. മറ്റൊന്ന് സ്വഭാവ വിശുദ്ധി, അതുകൂടി ഇതിന്റെ ഭാഗമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആലയിലേക്ക് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയരുന്നു. അതുകൊണ്ട് നിങ്ങൾ അന്ന് നോമ്പെടുക്കണം. എന്റെ കർമ്മവും ആ ദിവസം ഞാൻ അള്ളാഹുവിലേക്ക് നോമ്പുകാരനായിരിക്കെ ഉയരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷെ ചില ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ട. അള്ളാഹു പറയണം അവനെ ഒഴിവാക്കണം. എന്താ കാരണം? ബൈനഹു വ ബൈന അഖീഹി ശഹന, അവരും അവന്റെ സഹോദരന്മാരിൽ പ്രശ്നമുണ്ട്. അവർ തമ്മിൽ ഭിന്നതയിലാണ്, അവർ തമ്മിൽ തർക്കത്തിലാണ്, അവർ തമ്മിൽ പിണക്കത്തിലാണ്, അവർ തമ്മിൽ തെറ്റിലാണ്. ഇതുവരെ ഹത്താ യസ്തരിഹ, അവർ പരസ്പരം സന്ധിയാകുന്നത് വരെ. വീടുകളിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ പിണക്കത്തിലാണ്.
ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റില്ല, ജ്യേഷ്ഠാർജന്മാർ തമ്മിൽ മിണ്ടാതെ നടക്കുകയാണ്, കണ്ടാൽ സലാം പോലും പറയാതെ തിരിഞ്ഞു കിടക്കുകയാണ്, അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുകയാണ്. യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല ഹത്താ തഹാബ്ബു, പരസ്പരം സ്നേഹിക്കുന്നതുവരെ. വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ലൻ തദ്ഖുലുൽ ജന്നത ഇല്ലാ ഹത്താ തുഅ്മിനു, ഈമാൻ ഉണ്ടാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഈമാനും പൂർത്തിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവ പിണക്കങ്ങളൊക്കെ തീർക്കുക. നമ്മൾ കർമ്മം ചെയ്തിട്ട് റബ്ബിലേക്ക് ഉയരാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഉറക്കമുളച്ച് വിശുദ്ധ ഖുർആൻ ഇരുന്ന് പാരായണം ചെയ്യും, കുറെ സമ്പത്ത് അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് സ്വതക്ക കൊടുത്ത്, പള്ളിയിൽ സുദീർഘമായി തറാവീഹ് നമസ്കരിച്ച്, നോമ്പനുഷ്ഠിച്ച് പട്ടിണി കിടന്ന്, അതുകൊണ്ട് അവസാനം പ്രയോജനമില്ലാതെ പോയി, അല്ലാഹു തആല കർമ്മം സ്വീകരിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിൽ. കർമ്മം ചെയ്തിട്ടും നഷ്ടത്തിൽ വിട്ടുപോകുക. അപ്പൊ ഒരു മാനസികമായ ആ നിലക്കുള്ള സ്വഭാവപരമായ ശുദ്ധീകരണം നമ്മൾ ആദ്യം ഉണ്ടാകണം. ചിലപ്പോ നമ്മുടെ ഭാഗത്തായിരിക്കാം തെറ്റ്, ആ പിണക്കത്തിന് കാരണം. ചിലപ്പോൾ അപ്പുറത്തുള്ള സഹോദരനായിരിക്കാം. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് താഴുക, അള്ളാഹ്ക്ക് വേണ്ടി താഴ്ന്നവർ അത് ഉയർത്തുന്ന. അതോടെ പിണക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തമ്മിൽ മിണ്ടി സംസാരിച്ച് ആ സ്നേഹം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാം. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ശുദ്ധീകരണമാണല്ലോ. അത് വെറും ഒരു പട്ടിണി കിടക്കൽ മാത്രമല്ല, മനുഷ്യന്റെ കണ്ണിന്റെയും കാതിന്റെയും നാവിന്റെയും എല്ലാ ശുദ്ധീകരണം കൂടിയാണ് നോമ്പ്. അപ്പൊ അതിനു മുമ്പായി മനസ്സിന് ശുദ്ധീകരണം ആദ്യം നടക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറാബഹു. ഒരാൾ മോശമായ വാക്കും പ്രവൃത്തിയും ഒഴിവാക്കുന്നില്ലെങ്കിൽ അവന് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. റബ്ബ സ്വായിമി, എത്രയെത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ, അവൻ നോമ്പ് കൊണ്ട് വിശപ്പ് സഹിച്ചു എന്നല്ലാണ്ട് ഒരു കാര്യം കിട്ടിയിട്ടില്ല. എന്റെ കാരണം പല ആളുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ഗീബത്ത് പറയും, റമദാനിലും ഗീബത്ത്, റമദാനിലും ആരോപണങ്ങൾ, റമദാനിലും പ്രത്യാരോപണങ്ങൾ, റമദാനിലും കളവ് പറയലുകൾ. ആ മനസ്സും ശരീരവും ശുദ്ധിയാകാത്തത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നോമ്പിനെ പോലും അത് ബാധിക്കുന്നു. അതുകൊണ്ട് ആ നിലക്കുള്ള നല്ല ശുദ്ധീകരണത്തിലൂടെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആയുസ് പരിമിതമാണ്. എപ്പോഴാണ് മരണമെന്ന് ആർക്കും അറിയില്ല. ആയുസ് നിലനിന്നാൽ തന്നെ ആരോഗ്യത്തോടു കൂടി എത്ര കാലം എന്ന് പറയാനും കഴിയില്ല. വളരെ പെട്ടെന്നാണ് ചില ആളുകളെ കുറിച്ച് രോഗിയായി, പഴയ പോലെയല്ല. പണ്ട് കാലത്തൊക്കെ കുറെ വയസ്സായി രോഗം വന്നു നമുക്ക് കേൾക്കാറുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ അവളെ കുറിച്ച് കേൾക്കുകയാണ് രോഗിയായി. ആ രോഗം എങ്ങനെയാ? വളരെ പ്രയാസത്തിലാണ്. ഈ അടുത്ത് മിനിഞ്ഞാൽ നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദിലെ അധ്യാപകൻ ത്വാഹ, എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പോഴും ICUവിലാണ്. ബ്രെയിനിന് രോഗാണു ബാധിച്ച് അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റമദാനൊക്കെ ആഗ്രഹിച്ച് റമദാനിലേക്ക് എന്ന നിലക്ക് കാത്തിരുന്ന പല ആളുകളും പെട്ടെന്ന് രോഗികളായിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാതെ, ആഗ്രഹിച്ച ഇബാദത്തുകൾ നിർവഹിക്കാൻ കഴിയാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ആരോഗ്യവും ആയുസ്സും തനിക്ക് എപ്പ കിട്ടുന്നോ അപ്പൊ റബ്ബിന്റെ മാർഗത്തിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? മൻദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, തന്നെ റബ്ബിന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തവൻ, റബ്ബിന് വേണ്ടി സമർപ്പിച്ചവൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിച്ചവൻ, അവനാണ് അൽ-കയ്യിസ്, അവനാണ് ബുദ്ധിമാൻ എന്നാണ്. അപ്പൊ ആ നിലക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ ആ അനുഗ്രഹങ്ങളെ നമ്മൾ ഒരു നിസ്സാരമായി കാണരുത്. കാരണം ഈ ഒരു റമദാൻ തന്നെ നമുക്ക് ലഭ്യമാണോ അല്ലയോ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് നല്ല ആത്മാർത്ഥമായ മനസ്സ് വേണം, ഒപ്പം റബ്ബിനോട് ദുആയും വേണം. റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ റമദാൻ കിട്ടിയെങ്കിൽ തന്നെ നമുക്ക് ഇബാദത്ത് നിർവഹിക്കാൻ സാധിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ എന്ന മാസത്തിൽ നൽകിയ മഹത്വം അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ബോധ്യപ്പെടും. നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ചോദിക്കുക ശമ്പളം എന്താണ്, പിന്നെ അതിന്റെ അലവൻസും ബോണസും അതുപോലെ ലീവും പിന്നെ മറ്റുള്ള ഫുഡും താമസവും ഒക്കെ നമ്മൾ അന്വേഷിച്ചിട്ടാണ് ജോലി കയറുക. എന്തിനാ? അത് നന്നോന്നറിയാൻ. അതല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയാണ്. റമദാനിന് ഇന്ന ഗുണമുണ്ട്, റമദാനിന് ഇന്ന മഹത്വമുണ്ട്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഹദീസുകളിലൂടെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അത് എന്തിനാണ് അറിയിക്കുന്നത്? റമദാനും ശഅബാനും ഒരുപോലെ ആകരുത്, റമദാനും ശവ്വാലും ഒരുപോലെ ആകരുത്, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.
അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം. ഖുർആൻ മാത്രമല്ല, അല്ലാഹു തആല ലോകത്തേക്ക് മനുഷ്യന്റെ സന്മാർഗത്തിന് വേണ്ടി ഇറക്കിയ ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതിന്റെ എല്ലാം അവതരണം റമദാൻ മാസത്തിലാണ്. തൗറാത്തും ഇഞ്ചീലും സബൂറും സൂഫ് ഇബ്രാഹിമും മൂസ ഒക്കെ റമദാനിലാണ്. അപ്പൊ അല്ലാഹു തആല ഭൗതിക ലോകത്തേക്ക് മനുഷ്യന്റെ സ്വർഗത്തിലേക്ക് ആവശ്യമായ വെളിച്ചം, ആ വെളിച്ചം ഇറക്കിയ മാസമാണ് റമദാൻ. ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ ഹദീസിൽ കാണാം, സൂഫ് ഇബ്രാഹിം ഇറങ്ങിയത്, സബൂർ ഇറങ്ങിയത്, തൗറാത്ത് ഇറങ്ങിയത് ഒക്കെ റമദാൻ മാസത്തിലാണെന്ന്. ഖുർആനോ അതാണ് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ റമദാൻ മാസം. ആ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഇത് റമദാന് വലിയൊരു മഹത്വമാണ്. എല്ലാ റമദാനുകളും വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നരക കവാടം അടക്കപ്പെടും, സ്വർഗ കവാടം തുറക്കപ്പെടും. പല ഹദീസുകളിൽ പല രൂപത്തിലാണ്. ചില ഹദീസുകളിൽ റഹ്മത്തിന്റെ കവാടം തുറക്കപ്പെടും, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞ റബ്ബിലേക്ക് കർമ്മങ്ങൾ പെട്ടെന്ന് ഉയരുകയും കർമ്മങ്ങൾ അല്ലാഹു തആല കൂടുതലായി സ്വീകരിക്കുകയും എല്ലാ നന്മയുടെയും കവാടങ്ങളും മേഖലകളും തുറന്നിടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാസം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനാണ് ആ മഹത്വം നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ 83 കൂടുതൽ വർഷം നമ്മൾ അധ്വാനിച്ചാൽ കിട്ടുന്ന ഫലത്തിന്റെ ആ പ്രവർത്തനങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് നേടാൻ കഴിയുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹനീയമായ രാത്രിയുള്ള മാസം അത് വേറൊരു ദിവസത്തിലുമില്ല, വേറൊരു മാസത്തിലുമില്ല. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഒരിക്കൽ റമദാൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൂട്ടിയിരുത്തി. അഹ്ലൻ റമദാൻ എന്നുള്ള പേരില്ലാതെ ഉള്ളൂ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു കൊടുക്കുക ചില കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഹാദ അശ്ശഹറ ഖദ ഹദറകും, ഇദാ റമദാൻ വന്നിരിക്കുന്നു, വഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, അതിലൊരു രാത്രിയുണ്ട് അത് 1000 മാസത്തേക്കാൾ ഖൈറാണ്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു, ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ എല്ലാ ഖൈറും നഷ്ടപ്പെട്ടവനാണ്. വലാ യഹ്റുമു ഖൈറുഹാ ഇല്ലാ ഖദറു, ഹതഭാഗ്യനല്ലാതെ നഷ്ടപ്പെടില്ല. കാരണം ഈ 184 വർഷം കൊണ്ട് കിട്ടേണ്ട പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് നേടാൻ കഴിഞ്ഞിട്ട് അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. റമദാന്റെ മഹത്വമാണത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസം. എല്ലാ മാസത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ചില പ്രത്യേകമായ സമയങ്ങളിലുമുണ്ട്. പക്ഷെ റമദാനിന് കൂടുതലുണ്ട് എന്ന കാരണം വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരിലേക്ക് ഏറ്റവും അടുത്തവനാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ഈ ആയത്തിന് മുമ്പ് പറയുന്നത് റമദാനിന്റെ ഹുക്മുകളാണ്, നോമ്പിന്റെ നിയമങ്ങളാണ്. ഈ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതോ അതും റമദാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചുമാണ്. അതുകൊണ്ട് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയാണ്, റമദാനിന്റെയും നോമ്പിന്റെയും വിഷയങ്ങൾക്കിടയിൽ ഈ ദുആയുടെ ആയത്ത് അല്ലാഹു തആല കൊണ്ടുവന്നതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, റമദാനിൽ പ്രത്യേക ഇസ്തിജാബത്തുണ്ട്. കാരണം ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്താൽ ഞാൻ ദുആക്ക് ഉത്തരം കൊടുക്കും. അപ്പോൾ റമദാൻ മാസത്തിൽ നമ്മൾ നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ നിമിഷം നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നമ്മുടെ മുമ്പിലുള്ള ഖബർ എന്ന ലോകം അത് ഇരുട്ടുള്ളതാണ്, അതിന് വെളിച്ചമുള്ളതുമുണ്ട്. നമുക്ക് വെളിച്ചമുള്ള ഖബർ വേണം. നരക കവാടം തുറക്കപ്പെടുന്ന, സ്വർഗ കവാടം തുറക്കപ്പെടുന്ന ഖബറുകളുണ്ട്. നമ്മുടെ ഖബറിലേക്ക് സ്വർഗ കവാടം തുറക്കപ്പെടണം. നരകവും സ്വർഗവും കണ്ടുകിടക്കുന്ന ഖബറുകളുണ്ട്, സ്വർഗം കണ്ടുകിടക്കാൻ സാധിക്കണം. ഇതൊക്കെ റബ്ബിന്റെ കയ്യിലുള്ള കാര്യം. ഖബറിൽ വെളിച്ചം തരൽ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഖബറിലേക്ക് സ്വർഗ കവാടം തുറന്നു തരൽ അല്ലാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. ആ റബ്ബിൽ നിന്ന് കിട്ടിയേ പറ്റൂ. അത് കിട്ടണമെങ്കിൽ നമ്മൾ ചോദിച്ചേ പറ്റൂ. ചോദിക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ. ശേഷമുള്ള പരലോക ജീവിതം, നമ്മിൽ വന്നുപോയ തിന്മകളും പാപങ്ങളും പുറത്തു തരാൻ, ആ റബ്ബിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്താൻ, ഇങ്ങനെ അല്ലാഹു തആല മനുഷ്യന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായി കൊണ്ടാണ് പരിശുദ്ധ റമദാനിനെ പരിചയപ്പെടുത്തുന്നത്. റമദാൻ ശുക്റിന്റെയും ദിക്റിന്റെയും മാസമാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞാൽ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കിയ മാസം റമദാൻ എന്ന് പറഞ്ഞ് അല്ലാഹു തുടങ്ങിയ ആയത്ത് അത് അവസാനിപ്പിക്കുന്നത് വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. ഒന്ന്, നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കണം. 30 ദിവസത്തെ നോമ്പുകളും ഇബാദത്തും പൂർത്തിയാക്കണം. അതിനാണ് ആ മാസം. പിന്നെയോ വലിതുകബ്ബിറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ വാഴ്ത്തണം, പുകഴ്ത്തണം. അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ. എന്താ ഹിദായത്ത്? ഇസ്ലാം എന്ന ഹിദായത്ത് കിട്ടാതെ
വഴിതെറ്റി നടക്കുന്ന ഒരുപാട് ആളുകൾ ഒരു ഭാഗത്തുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയ ഹിദായത്താണ്. ഇനി മുസ്ലിം ആയിട്ട് തന്നെ റമദാൻ മാസം വരുമ്പോ പ്രയാസത്തോടു കൂടി മാസം തള്ളി നിൽക്കുന്ന ആളുകളുണ്ട്. പള്ളിയുമായോ ദീനുമായോ ഇബാദത്തുമായോ ഒന്നും ബന്ധമില്ലാതെ സാധാരണ പോലെ ജീവിക്കുന്ന ആളുകൾ. പലതിന്റെയും മുൻഭാഗങ്ങളും കവാടങ്ങളും അടക്കപ്പെടുമ്പോ പിൻവാതിലുകൾ ഹോട്ടലുകള് തുറക്കപ്പെടുന്ന ഒരു സമയം ചില ആളുകൾക്ക് വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഹിദായത്തില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ചില ആളുകളോ പള്ളിയിൽ വന്നിരിക്കുകയാണ്, അവന്റെ മനസ്സെപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഖുർആൻ പാരായണവും പ്രാർത്ഥനയും ദിക്റും സ്വലാത്തും അങ്ങനെ ഇഅ്തികാഫും ഒക്കെ ആയിട്ടുണ്ട്. അതെന്താ? അത് റബ്ബിന്റെ വലിയൊരു ഹിദായത്താണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹ് തന്ന ഹിദായത്ത് നമ്മൾ നന്ദി കാണിക്കാൻ, അല്ലാഹുവിനെ പുകഴ്ത്താൻ, അതിനുവേണ്ടിയാണ് റമദാൻ. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ്. ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മുടെ വിശപ്പ്, നമ്മുടെ ദാഹം, ചില കാര്യങ്ങൾ ചിന്തിക്കണം. ഇന്നലെ വരെ ഞാൻ സുഖമായി ഭക്ഷിച്ചവനാണ്, ഇന്നലെ വരെ സുഖമായി ഇഷ്ടമുള്ളതൊക്കെ കുടിച്ചവനാണ്. ഇന്ന് ഒരു ദിവസം 2-3 മണിക്കൂർ നേരം അല്പം ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ എന്റെ പ്രയാസം എന്താണ്? അപ്പോൾ എനിക്ക് ഇന്നലെ റബ്ബ് തന്ന നിയാമത്ത് എത്രയാണ്? ഇങ്ങനെ ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത എത്രയെത്ര ആളുകളുണ്ട്. അല്ലാഹ് തനിക്ക് തന്ന നിയാമത്തിന്റെ അനുഗ്രഹം ബോധ്യപ്പെടണമെങ്കിൽ അല്ലെ, വിശപ്പുണ്ട്, ഭക്ഷണം മുമ്പിലുണ്ട്, പക്ഷെ കഴിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട്, കഴിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, കഴിക്കാൻ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോ നമുക്ക് കഴിക്കാൻ കഴിയുന്നു, കഴിക്കാനുള്ള നമ്മുടെ കൈകളിലുണ്ട്, കഴിക്കാൻ നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തന്നു. അപ്പോ ആ റബ്ബിന് ഞാൻ എത്ര നന്ദി കാണിക്കണം? ഇപ്പൊ എന്റെ വിശപ്പിന്റെ കാഠിന്യം എത്രയാണ്? ഈ വിശപ്പല്ലേ ആ ദരിദ്രനായ വ്യക്തി എന്നും അനുഭവിക്കുന്നത്? അതെ, ലഅല്ലകും തശ്കുറൂൻ. റമദാൻ ദിന വലഅല്ലകും തശ്കുറൂൻ, ശുക്റിന്റെയും ദിക്റിന്റെയും മാസമാണ് റമദാൻ. പാപങ്ങൾ പൊറുക്കുന്ന മാസമാണ്. മൻ ഖാമ റമദാന, മറ്റുള്ള ദിവസങ്ങളിൽ നമസ്കരിച്ചാൽ കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. പക്ഷെ റമദാനിൽ പ്രത്യേകം പറഞ്ഞു, മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബ, ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ മുൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അത് റമദാന്റെ സവിശേഷതയാണ്. മൻ സ്വാമ റമദാന, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്താൽ, മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പുകൾക്ക് വേറെ മഹത്വം പറയുന്നുണ്ട്, എന്നാൽ മുൻ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാം. പ്രത്യേകമായ വാഗ്ദാനം റമദാനെ കുറിച്ച് ചേർത്ത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ റമദാനിന്റെ ഖുതുബകളും കേൾക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയപ്പോ 3 തവണ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ സാധാരണ പറയാത്തൊരു ആമീൻ എന്താ ഇപ്പോൾ മിമ്പറിൽ കയറിയപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ വന്നു, 3 ദുആ. അത് ഒന്നെന്താ? റമദാൻ കിട്ടിയിട്ടും പൊറുക്കപ്പെടാത്ത ആളുകൾ തുലയട്ടെ. അത് ആ ഹദീസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? റമദാൻ പൊറുക്കപ്പെടാനുള്ള മാസമാണ്. അപ്പൊ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയില്ല. ഇസ്തിഗ്ഫാറോ തൗബയോ അവൻ അതിന് വേദികൾ കണ്ടില്ല. അവൻ തനിക്ക് ഇഷ്ടം പോലെ തന്റെ മറ്റു മാസങ്ങളെ പോലെ ഉപയോഗിച്ചു റമദാനിനെ. അവൻ തുലയട്ടെ, അവൻ നശിക്കട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഖറബുൽ അംലാഖ്, മലക്കുകളിലെ ഏറ്റവും സാമീപ്യം നേടിയ മലക്ക്. ആരാ ഉത്തരം പറയുന്നത്? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ പറയാൻ സ്വീകരിക്കണേ. അപ്പൊ അതുകൊണ്ട് ആ റമദാനിനെ ഇസ്തിഗ്ഫാറിന്റെ മാസമായി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പരിമിതമായ ആയുസ്സിന് കിട്ടുന്ന ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ ശ്രമിക്കുക. നമ്മുടെ പദവികൾ അല്ലാഹു തആല ഉയർത്തുകയും സ്വർഗത്തിലേക്ക് വേഗം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇബാദത്താണ് നോമ്പ്. എല്ലാ ഇബാദത്തും സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. എന്നാൽ നോമ്പിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. എന്താ കാരണം അറിയോ? ഒരു ഹദീസിൽ കാണാം, ഈ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട 2 ആളുകൾ മുസ്ലിങ്ങളായി. അവര് മുസ്ലിമായി ജീവിക്കുന്നു. അതിൽ ഒരാള് യുദ്ധക്കളത്തിൽ ഷഹീദായി. അടുത്തയാള് 1 കൊല്ലം കൂടി ജീവിച്ചിരുന്നു, 2ാമത്തെ കൊല്ലം മരിക്കുകയാണ്. അങ്ങനെ ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയാണ്, ഇവര് മരിച്ചപ്പോ ഞാൻ സ്വപ്നം കണ്ടു. ആന്റെ സ്വപ്നം, ഞാൻ സ്വർഗത്തിൽ പോയി നിൽക്കുകയാണ്. ആദ്യം പറയട്ടെ, ആരുടെയും സ്വപ്നം തെളിവല്ല, മതത്തിൽ ആരുടെ സ്വപ്നവും തെളിവല്ല, അമ്പിയാക്കന്മാരുടെ ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു മുൻ പ്രവാചകന്മാരുടെയും സ്വപ്നങ്ങൾ മതത്തിൽ തെളിവാണ്. അത് വഹയിന്റെ ഭാഗമാണ്. പിന്നെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ തെളിവാകുന്നത് എപ്പോഴാണ്? അതിനെ റസൂൽ അംഗീകരിക്കുമ്പോഴാണ്. ത്വൽഹാ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണാണ്, സ്വർഗത്തിൽ പോയി ഇങ്ങനെ നിൽക്കുക. സ്വർഗത്തിന് അകത്തുന്ന ഒരാൾ വന്നു, മലക്കാണ്. വന്നിട്ട് ഈ 2ാമത് മരിച്ച ആൾ ആദ്യം സ്വർഗത്തിനകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം ഷഹീദായ ആൾ അദ്ദേഹത്തെ പിന്നെ അകത്തേക്ക് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഈ മലക്കിനെ കാത്തിരിക്കുക സ്വർഗത്തിൽ കയറാൻ. അങ്ങനെ മലക്ക് വന്നു. മലക്ക് പറഞ്ഞു, നിങ്ങളുടെ സമയമായിട്ടില്ല, കാരണം അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം സ്വപ്നം കാണുന്നല്ലോ.
അങ്ങനെ അദ്ദേഹം പറയാ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഷഹീദിന് എത്ര മഹത്വമുണ്ട്. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ ഒരാൾക്ക് ഇസ്ലാം നിശ്ചയിച്ച ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും തന്നെ മരിച്ച ഒരാളെയാണല്ലോ ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയത്. അദ്ദേഹം നബിയുടെ അടുക്കിലേക്ക് എത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് അത്ഭുതം തോന്നുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിൽ അത്ഭുതപ്പെടാനെന്തുണ്ട്? എന്നിട്ട് ചോദിക്കുകയാണ്, അലൈസ ഖദ് മഖത ഹാദാ ബഅദഹു സന? ഈ ഷഹീദായ വ്യക്തിക്ക് ശേഷം രണ്ടാമത്തെ വ്യക്തി ഒരു കൊല്ലം കൂടി ജീവിച്ചിരുന്നില്ലേ? പറഞ്ഞു അതെ. നബി വീണ്ടും ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു കൊല്ലം കൂടി ജീവിച്ചിരുന്നപ്പോ ഒരു റമദാൻ അധികം കിട്ടിയില്ലേ? അപ്പൊ അദ്ദേഹം നോമ്പെടുത്തില്ലേ? പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ഇന്നതൊക്കെ ചെയ്ത് നമസ്കരിച്ചില്ലേ? അപ്പൊ ഒരു കൊല്ലം അധികം കിട്ടി, ഒരു റമദാനും അധികം കിട്ടിയപ്പോൾ നേരത്തെ ഷഹീദായ വ്യക്തിയുടെ മുമ്പ് എവിടേക്ക് എത്തിച്ചു? സ്വർഗത്തിലേക്ക് എത്തിച്ചു. ഇത് ഷഹീദിന്റെ മഹത്വം പറക്കാനല്ല കേട്ടോ, നോമ്പിന് ഇങ്ങനെ ഒരു മഹത്വമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് റമദാനിന്റെ സവിശേഷത. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയി, ഹജ്ജത്തുൽ വദാ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പോകുമ്പോ എല്ലാവരോടും പോരാൻ പറഞ്ഞിരുന്നു, കഴിവുള്ളവരൊക്കെ പോരണമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഒരു സ്ത്രീ സ്വഹാബി വനിത മദീനയിലുണ്ട്, ഹജ്ജിന് വന്നിട്ടില്ല. ചോദിച്ചു, പ്രവാചകൻ നിങ്ങൾ എന്തേ വരാൻ? അവർ പറഞ്ഞു, ഞാൻ ഇന്ന കാരണം കൊണ്ട് വന്നില്ല. എന്റെ വീട്ടിൽ 2 ഒട്ടകമുണ്ട്, ഒരു ഒട്ടകം ഭർത്താവ് കൊണ്ടുപോയി, ഒരൊട്ടകം വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, പിന്നെ വാഹനമില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ജാ റമദാൻ, അടുത്ത റമദാൻ വന്നാൽ ഫഅതബിനി ഉംറ ചെയ്യുക. ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ, റമദാനിലെ ഉംറ ഹജ്ജിന് തുല്യമാണ്. ഹജ്ജിന് തുല്യമാണെന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട് എന്ന് അർത്ഥമുള്ളൂ. അല്ലാതെ ഒരാൾ റമദാനിൽ ഉംറ ചെയ്തുകൊണ്ട് പിന്നെ പൈസ ഉണ്ടായ ഹജ്ജ് ചെയ്യേണ്ടെന്ന് കണക്കായ നിയമമല്ല, അത് ഹുക്മ് വേറെ. അപ്പൊ സാധാരണ ഒരാൾ ചെയ്യുന്ന ഹജ്ജിന്റെ മഹത്വവും പ്രതിഫലവും ഏതിനുണ്ട്? റമദാനിലെ ഉംറക്കുണ്ട്. അത് റമദാന്റെ പ്രത്യേകതയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ എന്റെ കൂടെ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം ഉണ്ട് എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് റമദാൻ മാസത്തിന് പ്രത്യേകതയായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ ശുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. ആ മാസത്തിന് നോമ്പെടുക്കുമ്പോൾ അങ്ങനെ ഖുർആൻ പാരായണത്തിന്റെ മാസം, ഖുർആൻ പഠനത്തിന്റെ മാസം, സ്വതക്കയുടെ മാസം, ഇഅ്തികാഫിന്റെ മാസം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും നോമ്പ് തുറപ്പിക്കുകയും ചെയ്യേണ്ട മാസം, ഇങ്ങനെ നമ്മൾ ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് മഹത്വം അതെല്ലാം ഉള്ള റമദാൻ നമുക്ക് ശഅബാൻ പോലെ വെറുതെ കളഞ്ഞാൽ ആ കളഞ്ഞവനാണ് ഏറ്റവും വലിയ നഷ്ടകാരി. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ. ഈ മാസം വന്നെത്തിയാൽ പറയാണ്, റമദാൻ നാളെ ആരംഭിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഖൈർ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വാ, വയാ ബാഗിയ ശർരി അഖ്സർ, തിന്മ ആഗ്രഹിക്കുന്നവനെ നീ പിറകോട്ട് മാറി നിന്നോ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ അല്ലാഹുവിന്റെ സാമീപ്യവും നന്മയും പ്രതിഫലവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ ഇതാ റമദാൻ വരുന്നു, നീ മുന്നോട്ട് വാ. അല്ലാഹു വിളിക്കാണ്. റബ്ബ് പോലും റമദാൻ മാസത്തിന് മുമ്പിൽ ഒരിക്കലും നടത്തും. ഇത് ഓരോ റമദാനിലും വിളിക്കുന്ന. അതിനൊക്കെ പുറമെയോ വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്നും ചില ആളുകളെ മോചിപ്പിക്കും റമദാൻ മാസത്തിൽ. വദാലിക ഫീ കുല്ലി ലൈല, അത് എല്ലാ രാത്രികളിലും ഉണ്ട്. അല്ലാഹുവിന്റെ റമദാൻ സ്പെഷ്യൽ ഓഫറാണ്. എന്താ? ഇന്ന ആളുകൾ നരകത്തിലേക്ക് നരകമോചനം അത് രേഖപ്പെടുത്തുക. അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ റമദാനിന്റെ മഹത്വങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള റമദാനിനെ ഒരിക്കലും സഹോദരന്മാരെ നമ്മൾ പാഴാക്കി കളയരുത്. ആ റമദാനിൽ നമുക്ക് എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും? വിശുദ്ധ ഖുർആൻ പാരായണം. നമ്മൾ കുറച്ച് ഓതും, പിന്നെ ക്ഷീണം വരും, പിന്നെ ഉറങ്ങും, പിന്നെ എടുത്തു പുസ്തകം ഖുർആൻ എടുത്തു, പിന്നെ കടന്നുറങ്ങും, അല്ലെങ്കിൽ കൈ പുസ്തകം കൈ പിടിച്ചുറങ്ങും. മുൻഗാമികളായ ആളുകൾ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ റമദാനിലെ പ്രധാനപ്പെട്ട സംഗതി എന്താ? ഖുർആൻ പാരായണമായിരുന്നു. അത് നമ്മൾ എത്ര ചെയ്താലും നമുക്കൊരു മടുപ്പോ അതിലൊരു പിന്നെ അലോസരമോ തോന്നാൻ പാടില്ല. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, ഇമാം ദാറുൽ ഹിജ്റ എന്ന് പറഞ്ഞ മദീനയിൽ 40 കൊല്ലത്തെ ശൈഖാണ്, 40 കൊല്ലത്തെ ഇമാമാണ്. മദീനത്തെ പള്ളിയിൽ അദ്ദേഹം അവിടെ ഉണ്ട്. എന്താ പണി? ഫിഖ് പഠിപ്പിക്കുക, ഹദീസ് പഠിപ്പിക്കുക. ആളുകൾ സംശയം ചോദിച്ചു വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക. അറിയാത്തതാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയാം. അത് ഇമാം മാലിക്കിന്റെ ഒരു പ്രത്യേകതയാണ്.
അങ്ങനെ ഹദീസും ഫിഖ്ഹും പള്ളിയിൽ ഇങ്ങനെ ഇബാദത്തും ഈ താലീം എന്ന അധ്യാപനം എന്ന ഇബാദത്തുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇമാം മാലിക് ബിൻ അനസ് റമദാൻ ആയാൽ എല്ലാം എടുത്തു വെക്കുന്ന എല്ലാ ഫിഖ്ഹിന്റെ കിതാബും എടുത്തു വെച്ചു. എന്നിട്ട് പിന്നെ പണി ഖുർആൻ ഇരുന്ന് ഓതലാണ്. അത് ഇത്ര എന്നില്ല, കണക്കില്ലാതെ ഓതുന്ന. അപ്പൊ നമ്മൾ 2 or 3 ജ്യൂസ് അല്ലെങ്കിൽ ഒരു തത്തം തീരുമ്പോഴേക്കും നമ്മൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞും മറ്റുള്ളവരോട് ഞാൻ അത്ര ഓതി എത്ര ഓതി എന്നൊക്കെ പറഞ്ഞു നമ്മൾ വലിയ കാര്യമായിട്ട് കാണുക. പക്ഷെ മുൻഗാമികളുടെ ഖുർആൻ പാരായണമായി നോക്കിയാൽ നമ്മുടെ പാരായണം ഒന്നുമല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്താ പണി? ഹദീസ് സമാഹരിക്കാം, യാത്ര ചെയ്യുക, ഹദീസ് കൊണ്ടുവരിക, അതിനെക്കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുക, എന്നിട്ട് സഹീഹും ദഈഫും വേർതിരിക്കുക. ഹദീസിന്റെ സനദ്, പരമ്പര, അതിന്റെ മത്തിന്, കണ്ടന്റ് രണ്ടും തമ്മിൽ മാറിയതുണ്ടാവും, അതൊക്കെ ശരിയാക്കുക. ഈ പരമ്പരയിലെ ആളുകൾ ആ പരമ്പരയിലും ഈ പരമ്പരയിലേക്ക് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാവും, അതൊക്കെ ക്ലിയർ ആക്കുക. അങ്ങനെ ഹദീസും അതിന്റെ പരമ്പരയുമായി ജീവിതം മുഴുവൻ ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റമദാനായി കഴിഞ്ഞാൽ അതൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ്. എന്നിട്ട് ഖുർആനിലേക്ക് തിരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റമദാനിലെ നോമ്പെന്ന ഇബാദത്തിനപ്പുറം പിന്നെയുള്ള ഇബാദത്തുകളിൽ ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഖുർആൻ പാരായണം. കാരണം ലോകത്ത് ഏത് കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയാലും ചെറിയൊരു നഷ്ടം ഉണ്ടാവും, സാധ്യതകൾ അതിനെതിരുണ്ട്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല, വിചാരത്തിന്റെ നഷ്ടമില്ലാത്ത കച്ചവടം എന്നാണ്. അത് ഖുർആൻ ഓതലായാലും അതിന്റെ പാരായണമായാലും പഠിക്കലായാലും പഠിപ്പിക്കലായാലും അർത്ഥമറിയലായാലും ആശയത്തിലേക്ക് ഇറങ്ങലായാലും എന്തുമാകട്ടെ, നിങ്ങൾ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ. അപ്പൊ റമദാനിലെ അതിനുള്ള വേദിയായി നമ്മൾ കാണണം. അതേപോലെ തന്നെ പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നോമ്പ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ കർമ്മപരമായ മറ്റു മസാലകളൊക്കെ നീങ്ങാം. നോമ്പിന്റെ മഹത്വം അത് പറയാൻ കാരണം, നോമ്പ് നമ്മളിപ്പോൾ ആരും ഒഴിവാക്കുന്നവരൊന്നല്ല, പക്ഷെ ആ ഒരു കർമ്മത്തിന് ഇത്ര മഹത്വമുണ്ടെന്ന് അറിയുമ്പോഴാണ് എൻ്റെ മറ്റൊരു വീഴ്ച കൊണ്ട് ഈ മഹത്വം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്, എന്റെ നോമ്പിനെ അത് ബാധിക്കരുത് എന്ന ചിന്ത നമ്മളുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചില ആളുകളൊക്കെ ചിലപ്പോൾ ഒരു 10, 15, 20 ദിവസം നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ലീവാക്കിയ കുഴപ്പമൊന്നുമില്ല, കാരണം 10, 15 ദിവസം നോമ്പെടുത്തില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ. അല്ലെങ്കിൽ ചെറിയൊരു കാരണം വന്നാൽ, ചെറിയൊരു തലവേദന വന്നാൽ നോമ്പ് ഒഴിവാക്കും. അല്ലാഹു തആല 12 മാസത്തിലെ 11 മാസം നമ്മളോട് പറഞ്ഞിട്ടില്ല, ഒറ്റ മാസം നോമ്പുള്ളൂ, പിന്നെ അതിന്റെ ഇടയ്ക്ക് ലീവ് വരരുത്. കഴിയുന്നിടത്തോളം നോമ്പ് എടുക്കാനാ ശ്രമിക്കേണ്ടത്. ഇനി അത്യാവശ്യമാണോ രോഗം, പ്രയാസം മറ്റൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഇളവ് തന്നിട്ടുണ്ട്. എന്നാലും എന്ന് പറഞ്ഞാൽ എന്താ, വൻ തസൂമു ഖൈറുൻ, നോമ്പ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ നല്ലതെന്നാണ്. അപ്പൊ അത്രയും പ്രാധാന്യം ഇതിനുണ്ട്, നോമ്പിനുണ്ട്. അതിലൊന്നാണ് പാപമോചനം, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത്. അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. നമ്മൾ മരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് പാപമില്ലാതെ മരിക്കണം, മറ്റൊന്ന് കടങ്ങളില്ലാതെ മരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ എപ്പോഴും പ്രാർത്ഥന, അള്ളാഹുവെ കടബാധ്യതകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. മരിക്കുമ്പോൾ പാപവുമായി മരിച്ചാൽ പിന്നെ പരലോകത്തേക്ക് എത്തിയ റബ്ബിന്റെ കയ്യിലാണ്. ശിക്ഷിക്കണോ, ശിക്ഷ കൊടുക്കാതെ ഒരു സ്വർഗത്ത് പറഞ്ഞയക്കണോ, ഇതൊക്കെ റബ്ബിന്റെ കയ്യിലുള്ള കാര്യമാണ്. എന്നാൽ തൗബ ചെയ്ത് മരിച്ചാലോ ഉറപ്പാണ് അല്ലാഹു തആല തൗബ ചെയ്യും, സ്വീകരിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകളെ എല്ലാം മായ്ച്ചു കളയാനും അതോടൊപ്പം വലിയ പ്രതിഫലം, സ്വർഗം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കർമ്മമാണ് ഈ നോമ്പ്. സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കുറേ വിശേഷണങ്ങൾ എന്ന് പറയാം. മുസ്ലിങ്ങളായ പുരുഷന്മാർ, സ്ത്രീകൾ, അതേപോലെ സത്യം പറയുന്നവർ, അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവർ, ക്ഷമാലുക്കൾ, ഖാശിഈകൾ, അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഇതൊക്കെ പറഞ്ഞ അവസാനം അല്ലാഹു ഗുണം പറഞ്ഞത് എന്താ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്, വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ നമ്മളൊരു പാപം പിന്നെ ബാക്കി ഉണ്ടാകും. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ റമദാനിന്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നോമ്പിന്റെ വിഷയം. കാരണം നോമ്പിനോട് ആ ഗുണം നമുക്ക് കിട്ടുന്നു. പിന്നെ മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, 2 കാര്യങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ തഖ്വ ആവശ്യമാണ്. ഒന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തഖ്വ പല കാര്യങ്ങൾക്കും വേണം. ഏറ്റവും പ്രധാനം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ തഖ്വ വേണം. സ്വർഗത്തിൽ അതിന്റെ അനുഗ്രഹങ്ങളും സുഖങ്ങളും ലഭിക്കണോ തഖ്വ വേണം. അതാണല്ലോ ജീവിത ലക്ഷ്യം നേരത്തെ പറഞ്ഞു. അല്ലാഹു തആല പറയാണ് സൂറത്തുൽ മറിയമിൽ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ
കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. നരകത്തിന് ചുറ്റും വരാത്ത ആരുമില്ല, എല്ലാവരും അവിടെ വരുന്ന, എല്ലാവരും നരകം കാണും. ലതറൗന്നൽ ജഹീം തുമ്മ ലതറൗന്നഹാ ഐനൽ യഖീൻ. നേർക്കാഴ്ച കണ്ടുകൊണ്ട് കാണുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും അവിടെ വരുന്നുണ്ട്. എന്നിട്ടോ തുമ്മ നുനജ്ജിൽ ലദീന തഖൂ വനദറു ളാലിമീന ഫീഹാ ജിഫിയ. തഖ്വ ഉള്ളവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും, ബാക്കിയുള്ളവരോ നരകത്തിലേക്ക്. അപ്പൊ നരകത്തിന്റെ മുമ്പിൽ വന്നിട്ട് അതിലേക്ക് വീഴാതെ സുഹാത്തിലുള്ള സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? തഖ്വ വേണം. ഇനി സ്വർഗത്തിലേക്ക് എത്തിയാൽ അവിടെയുള്ള പുണ്യങ്ങളും നന്മകളൊക്കെ ആർക്കാം? ഇന്നലിൽ മുത്തഖീന മഫാസ. മുത്തഖീങ്ങൾക്ക് വിജയമുണ്ട്. അല്ലാഹു തആല പറഞ്ഞതാണ്. പിന്നെ കുറെ വിശേഷങ്ങൾ പറയാം. ആ വിജയം എന്തൊക്കെയാന്നുള്ളത്. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. മുത്തഖീങ്ങൾക്ക് സ്വർഗത്തിൽ സുഖാനുഗ്രഹങ്ങളുണ്ട്. ഖുർആനിൽ ധാരാളം ആയത്തുകളുടെ വിഷയം. അപ്പൊ തഖ്വ നരകത്തിൽ രക്ഷപ്പെടാനും വേണം, സ്വർഗത്തിൽ എത്താനും വേണം. ശരി, ആ തഖ്വക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരുപാട് സംഗതികളുണ്ട്. എല്ലാ ഇബാദത്തിനും ആത്യന്തിക ലക്ഷ്യം തന്നെയാണ്. ഏത് ഇബാദത്തിനും ബാഹ്യമായ ചില കർമ്മ രൂപ ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തിക ലക്ഷ്യം എന്താണ്? തഖ്വ തന്നെയാണ്. സകാത്തിനെ കുറിച്ച് പറഞ്ഞത് ശുദ്ധീകരണമാണ്, തഖ്വയാണ്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് തന്നെ തസവ്വദു, എല്ലാ ഒരുക്കവും വേണം. ഹജ്ജിന് പോകുമ്പോൾ പണം വേണം, ഡ്രസ്സ് വേണം, പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ വേണം, ഒക്കെ വേണം, ഒക്കെ ഒരുക്കണം. ഏറ്റവും വലിയ ഒരുക്കം പാചകം തഖ്വ. അപ്പൊ അതിന് കിട്ടുന്നത് അത് തന്നെയാണ്. നമസ്കാരം അതിനു വേണ്ടിയാണ്. ഏത് ഇബാദത്തും. നോമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഉണ്ടാകാൻ ആ മരിക്കുമ്പോൾ മുത്തഖി എന്ന പേര് കിട്ടി മരിക്കണം. പല പേരിൽ ആൾക്കാർ മരിക്കാം, പല പേരുകളിൽ മരിക്കുന്നവർക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആസി, പാപി, അള്ളാഹ് അനുസരണക്കേട് കാണിച്ചു മരിച്ചവൻ അവനാണ് ആസി. ആസിം, ഇസ്മ, പാപം ചെയ്ത് മരിച്ചവൻ, പാപിയായി മരിച്ചവൻ. മുജിരിം, അള്ളാഹ് ചില പ്രയോഗങ്ങളാണ്, കുറ്റവാളിയായി മരിച്ചവൻ. വാലിം, അന്യായം കാണിച്ച് ജീവിച്ച് മരിച്ചവൻ. ഫാസിഖ്, അങ്ങനെ മരിച്ച ആളുകൾ. ഫാജിർ, അർത്ഥത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫാസിഖ്, ഫാജിർ, വാലിമ്, ആസിമ്, ആസി, മുജിരിം ഒക്കെ മരിക്കുമ്പോഴുള്ള മനുഷ്യന്റെ അവസ്ഥകളാണ്. ഇതൊന്നും ഉണ്ടാകരുത്. നമുക്കുണ്ടാകേണ്ടത് മുത്തഖി എന്ന പേരോടുകൂടി മരിക്കണം. അതിനുള്ള മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട മാർഗമാണ് പരിശുദ്ധമായ നോമ്പ് എന്ന് പറയുന്നത്. അതേപോലെ നോമ്പ് ഒരു പരിചയാണ്. മനുഷ്യനെ നരകത്തിൽ നിന്നും തടയുന്ന പരിച, മനുഷ്യനെ തിന്മയിൽ നിന്നും തടയുന്ന പരിച. സാധാരണ ചെയ്യുന്ന ഒരു തെറ്റ് നോമ്പുകാരനായി ചെയ്യാൻ കഴിയില്ല. അവന് മനസ്സ് പറയും അത് പാടില്ല, ഞാനത് കേൾക്കരുത്, ഞാനത് കാണരുത്, ഞാൻ അതിലേക്ക് അടുക്കരുത്, കാരണം നോമ്പുകാരനാണ്. നമ്മ എല്ലാ നിലക്കും ശുദ്ധീകരിക്കുന്ന ഇബാദത്താണ്. പിന്നെയോ നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. പരിചയ എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിൽ ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടുമ്പോൾ തടയാൻ ഉപയോഗിക്കുന്ന വാൾ നമ്മിലേക്ക് എത്താതിരിക്കാനുള്ള തടസ്സമാർഗം, അതാണ് പരിച. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ രണ്ട് ഹദീസുകൾ രണ്ട് രൂപത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖലീഫ. നരകത്തിൽ നിന്ന് 70 ദിവസം 70 വർഷം അവനെ നരകത്തിന് അകറ്റി കളയുന്ന ഒരു ദിവസത്തെ നോമ്പേ ഉണ്ട്. അത് റമദാനിലാകുമ്പോഴോ അതിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഹൻദഖ. അവനും നരകത്തിനുമിടയിൽ അവർ വലിയൊരു കിടങ്ങുണ്ടാക്കുന്നു. ആ കടങ്ങോ കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ട് ഒറ്റ നോമ്പിന്. അപ്പൊ അതാണ് വലിയ പരിചയം എന്ന് പറയുന്നത്. നമ്മെ നോമ്പിൽ നരകത്തിൽ നിന്നും തടയുന്ന പരിചയമാണ് നോമ്പ്. അതുപോലെ സ്വഹാബികൾ അന്ന് പ്രവാചകനോട് ചോദിക്കാറുണ്ട്, ഏറ്റവും അഫ്ളലായ കർമ്മം ഏതാ പ്രവാചകരെ? അപ്പൊ വരുന്ന വ്യക്തിയുടെ സാഹചര്യവും അവന്റെ പ്രകൃതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പലതും പറഞ്ഞു. ഒരു വ്യക്തി ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകനോട്, ഏതാണ് അയ്യുൽ അമലി അഫ്ളൽ? ആ വ്യക്തിയോട് പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ അഇദ ലഹു. നീ നോമ്പെടുക്കണം, അതിന് തുല്യമായിട്ട് മറ്റൊന്നില്ല. അത് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരും ഓരോരോ മറുപടി പറഞ്ഞത്. ഓരോ ഇബാദത്തുകളും നിർവഹിച്ചാൽ അവർക്ക് പ്രത്യേകമായ കവാടങ്ങൾ അല്ലെ. ബാബു ജിഹാദ്, ബാബു സ്വദഖ, ബാബു സ്വലാത്ത്, സ്വർഗ്ഗത്തിലെ കവാടങ്ങളാ. നോമ്പുകാരന്റെ പ്രത്യേകമായി റയ്യാൻ എന്ന കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച 4 ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. മൻ അസ്ബഹ മിൻകും യൗമ സ്വാഹിമ, ആർക്കാ നോമ്പ്? ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. മൻ ആദ മിൻകും യൗമ മരീദ, ഇന്ന് ആരാ രോഗിയെ സന്ദർശിച്ചത്? ഞാൻ രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. മൻ തബിഅ മിൻകും യൗമ ജനാസതൻ, ഇന്ന് ആരാ ജനാസയുടെ കൂടെ പോയിട്ടുള്ളത്?
ഞാൻ പോയിട്ടുണ്ട്. മൻ അത്അമ മിൻകും അൽ-യൗമ മിസ്കീന, ഇന്ന് മിസ്കീനിന് ആരാ ഭക്ഷണം കൊടുത്തത്? 4 ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ? ഇന്ന് ആർക്കാ നോമ്പുള്ളത്? അപ്പൊ റമദാനല്ല, സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ്. ഈ 4 കാര്യങ്ങളും ഒരാൾ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗത്തിലേക്കാണെന്ന് ഉറപ്പാണ്. അല്ലാഹു റസൂൽ കൊടുക്കുന്ന വാഗ്ദാനം 4 കാര്യങ്ങൾ. അതിൽ ഒന്ന് ആദ്യം പറഞ്ഞത് നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ലഗറഫ, സ്വർഗ്ഗത്തിൽ ചില കൊട്ടാരങ്ങളുണ്ട്. യുറാ വാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ വാഹിരിഹാ, അതിനകത്ത് നോക്കിയാൽ പുറത്തേക്കും പുറത്ത് നോക്കിയാൽ അകത്തേക്കും കാണാൻ സാധിക്കും. അത്രക്ക് തെളിമയാർന്ന സ്ഫടികത്തിന്റെ വലിയ കൊട്ടാരങ്ങൾ, ഒറ്റ മുത്തുകൊണ്ട് തുടങ്ങിയ തുറന്നതുണ്ടാക്കിയത്. ആ മുത്തുകൾ ഗ്ലാസ് പോലെയുള്ളതാണ്. നമ്മുടെ ഖുർആനിൽ ഖവാരിഖ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പറഞ്ഞത് ഗ്ലാസുകളാണ്, അത് വെള്ളി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് ചിന്തിച്ചാൽ എത്തുന്ന സംഗതികളല്ല, അത് സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചതാണ്. അപ്പൊ അങ്ങനെ വലിയ കൊട്ടാരങ്ങൾ, മണിമാളികകൾ. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അത് ആർക്കുള്ളതാണ്? അത് ആർക്കുള്ളതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് പറഞ്ഞത് 4 കാര്യങ്ങളാണ്. എന്താണെന്നറിയോ? ഒന്ന്, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവന്. സംസാരിക്കുമ്പോ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ദേഷ്യപ്പെട്ടിട്ടും ചൂടായിട്ടും മോശമായിട്ടും അപമര്യാദയോടും കൂടി, അങ്ങനെയല്ല. ചില ഹദീസുകൾ അലാനൽ കലാമ, സംസാരത്തെ മൃദുവാക്കുക. അങ്ങനെ ദേഷ്യപ്പെട്ടും ചൂടായിട്ടും എടുത്തു ചാടിയിട്ടും അങ്ങനെയല്ല, പുഞ്ചിരിച്ച് ഒരു സന്തോഷമുള്ള വർത്തമാനം, നല്ല വർത്തമാനം, മൃദുവായ സംസാരം. അതിന് കൂടിയിരുന്ന സ്വർഗത്തിലെ കൊട്ടാരം. ഭക്ഷണം കൊടുത്തവന്, നോമ്പ് തുടരെ എടുത്തവന്. സുന്നത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ റമദാനാകുമ്പോ അത് വേറൊരു വിഷയമാണ്. ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചവർ. ഈ 4 സ്വഭാവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കൊട്ടാരുണ്ട്. നോമ്പിന്റെ മഹത്വമാണ്. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ പ്രതിഫലം കൊടുക്കും. ഏത് ഇബാദത്ത് പറഞ്ഞപ്പോഴും 10 ഇരട്ടി 100 ഇരട്ടി 700 ഇരട്ടി നോമ്പത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ അത് കണക്കില്ലാതെ കൊടുക്കുന്ന, അത് എനിക്കുള്ളതാണ്. മറ്റുള്ള ഇബാദത്ത് അല്ലാഹുള്ളതല്ലേ? എല്ലാം അല്ലാഹുവിന്റെ. പിന്നെ നോമ്പ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഏത് ഇബാദത്തും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും. ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് സ്വതക്കാരനായി കാണിച്ചു കൊടുക്കാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും. ഓത്തുകാരനായി ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ ഓതി കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നോമ്പ് അങ്ങനെയല്ല. നോമ്പുകാരനായി അഭിനയിക്കാൻ പറ്റില്ല. അതെന്ത്? നോമ്പുകാരനായി അഭിനയിച്ചാലും വീട്ടിൽ പോയാൽ ഭക്ഷണം ഉണ്ട്, ആരും കാണുന്നവരും തിന്നാം, പക്ഷെ തിന്നുന്നില്ല. അത് അല്ലാഹുവിനെ പേടിച്ചില്ല, അത് അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. അതാണ് ഈമാനൻ വഹ്തിസാബ എന്ന് പറഞ്ഞത്. പ്രതിഫലേച്ഛയും വിശ്വാസം. അപ്പൊ മറ്റുള്ള ഇബാദത്തുകൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും, നോമ്പിന് ആ വകുപ്പില്ല. അതുകൊണ്ട് അത് ഇഖ്ലാസുള്ളവനും അല്ലാഹുവിനെ പേടിയുള്ളവനും റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നവരെ അത് നിർവഹിക്കുള്ളൂ. കാരണം ഒറ്റക്കായാൽ എന്തു ചെയ്യാലോ. അപ്പൊ നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന്റെ പ്രതിഫലം കൊടുക്കുന്നു. അതാണ് നോമ്പിന്റെ മറ്റുള്ള ഇബാദത്തുകളിൽ നിന്നുള്ള ഒരു വ്യത്യാസം. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ ഇബാദത്ത് അവസാനിക്കുന്നത് വരെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോൾ പ്രാർത്ഥനകൾക്കുള്ള വലിയ വേദിയാണ് നോമ്പിന്റെ വേദി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ കേൾക്കാറില്ലേ, ഒരാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞു മരിച്ചു. ലാ ഇലാഹ എന്ന് പറഞ്ഞ ജീവിതം അവസാനിച്ചാൽ സ്വർഗത്തിലേക്കാണ്. നമ്മൾ അത്ര കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഹദീസിന് ബാക്കി കൂടിയുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്തിഗാ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതിലൂടെ ജീവിതം അവസാനിക്കുകയും ചെയ്താൽ സ്വർഗത്ത് പ്രവേശിച്ചു. അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിലേക്കാണ്. ഒമൻ സ്വാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാഹ്, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ അതിലൂടെ ജീവിതം അവസാനിച്ചാൽ സ്വർഗത്തിലേക്കാണ്. നോമ്പുകാരനായിരിക്കണം മരിക്കണം. നോമ്പ് തുറന്ന് പിന്നെ അവൻ മരിക്കണം, സ്വർഗത്തിലേക്കാണ്. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഒരാൾ സ്വതക്ക കൊടുത്തു, അങ്ങനെ ജീവിതം അവസാനിച്ചാൽ അവൻ സ്വർഗത്തിലേക്കാണ്. സ്വതക്കക്ക് വലിയ മഹത്വങ്ങളുണ്ട്, ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഏതായാലും ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും പുണ്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ പരിശുദ്ധ റമദാനും പരിശുദ്ധ നോമ്പും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴേ ഒരു താല്പര്യവും ആഗ്രഹവും
അതിനപ്പുറമെല്ലാം വലിയ തൗഫീഖിന് വേണ്ട പ്രാർത്ഥനയും അതാണ് നിരന്തരം വേണ്ടത്. അത് ആഫിയത്തോടു കൂടി ആ മാസത്തെ മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നോമ്പ് ആരംഭിക്കുന്നത് അതിന് ചില നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളോട് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ ഉള്ളത് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലൂടെ ക്ലിയർ ആവുകയും ചെയ്യും. ശഅബാൻ 29 മാസപ്പിറവി കണ്ടാൽ അടുത്ത ദിവസം നമ്മൾ റമദാൻ ഒന്നായി കണക്കാക്കും. അഥവാ മാസപ്പിറവി കണ്ടില്ല, ആകാശത്ത് പൊടിപടലങ്ങളോ മേഘാവൃതമായ അന്തരീക്ഷമോ കാരണം മാസപ്പിറവി കാണാതെ പോയാൽ, ചന്ദ്രൻ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം കണ്ടാൽ നോമ്പ് തുടങ്ങുക, നോമ്പ് കണ്ടാൽ മാസപ്പിറവി കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ കാണപ്പെടാം 29-ന്, 30-ന് കാണേണ്ട ആവശ്യമില്ല, മാസം അവിടെ അവസാനിച്ചു. കാരണം മാസം ഇങ്ങനെയാണ്, ഇങ്ങനെ നബി കാണിച്ചു കൊടുത്തത് 29, 30 എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി കാണിച്ചു കൊടുത്തു. അപ്പൊ ഏതായാലും 29-ന് മാസപ്പിറവി കണ്ടാൽ നോമ്പ് തുടങ്ങണം. അപ്പൊ ഇത് പറയാൻ കാരണം, ചില ആളുകൾ നാളെ റമദാൻ തുടങ്ങുകയാണ്, അപ്പൊ അവന് തോന്നുകയാണ് ഇന്നിപ്പോ ഏതായാലും ഇപ്പൊ നാളെ നോമ്പല്ലേ, ഞാൻ ഇന്ന് തന്നെ തുടങ്ങുകയാണ്, അതൊരു നമുക്കൊരു റാഹത്താണ് എന്ന് പറഞ്ഞ ചില ആളുകൾ നോമ്പ് നേരത്തെ തുടങ്ങും. പാടില്ല, അത് നിരോധിക്കപ്പെട്ടതാണ്. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ റമദാനിനെ തുടങ്ങാൻ പാടില്ല. എന്നാൽ സ്ഥിരമായ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളാണ്. റമദാൻ ചൊവ്വാഴ്ച തുടങ്ങുകയാണ്, തിങ്കളാഴ്ച വന്നപ്പോൾ ഇന്ന് സുന്നത്താണ്, ആ നിരക്കാർക്ക് നോമ്പ് എടുക്കാം, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് ഏതായാലും നാളെ റമദാനല്ലേ, ഇന്ന് തന്നെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നേരത്തെ നോമ്പെടുക്കാൻ പാടില്ല. അങ്ങനെ നോമ്പെടുത്താലോ കുറ്റക്കാരനാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ആ നിയമങ്ങൾ ഒരാൾ അനുസരിക്കുക എന്നുള്ളതാണ്. മൻ സാമ യൗമൻ അല്ലദീ യുശക്കു ഫീഹി ഫഖദ് അസാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. സംശയമുള്ള ദിവസം നോമ്പാണ്, അതിന് ഉറപ്പില്ല, ഏതായാലും നാളെ എന്തായാലും തുടങ്ങല്ലോ, ഞാൻ തുടങ്ങുക. അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ അവൻ അള്ളാഹുവിന്റെ പ്രവാചകരുടെ അനുസരണക്കേട് കാണിച്ചു എന്നാണ്. പിന്നെ മാസപ്പിറവി സ്ഥിരപ്പെടണമെങ്കിൽ 2 സാക്ഷികൾ വേണം, നീതിമാന്മാരായ 2 സാക്ഷികൾ കണ്ടാലും. ഇനി ചില ഹദീസുകൾ ഒരു സാക്ഷിയായാലും മതി എന്ന, വിശ്വാസയോഗ്യനായ വിശ്വസ്തനായ ഒരാൾ കണ്ടാലും മതി. കാരണം മഹാനായ ഇബ്നു ഉമർ എന്ന് പറയാണ്, ജനങ്ങളൊക്കെ മാസപ്പിറവി കാണാൻ വേണ്ടി നിന്നു. റഅയ്തു, ഞാൻ കണ്ടു, വേറെ ആരും കണ്ടില്ല. അങ്ങനെ ഞാൻ നബിയോടൊന്ന് പറഞ്ഞു. അപ്പൊ നബി നോമ്പ് തുടങ്ങി. ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് റമദാനിന്റെ തുടക്കം. ഇനി നമ്മുടെ നോമ്പിന്റെ തുടക്കം, നോമ്പ് നാളെ ആരംഭിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി മുതൽ തമ്മിലുണ്ടായിരിക്കേണ്ട ഒരുക്കങ്ങളുടെ ഒന്നാമത്തേത് നിയ്യത്താണ്. ഏത് ഇബാദത്തിലേക്കും നിയ്യത്ത് വേണം. പിന്നെ പല അമാലും വലിയാൽ നിയ്യത്തില്ലാതെ വെറുതെ നാളെ ആ ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് നോമ്പാകൂല. അപ്പൊ നോമ്പാണെന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഈ റമദാനിലെ നാളത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു. ആ നിയ്യത്ത് മനസ്സിൽ കരുതണം. അത് പറയാൻ പാടില്ല. ആ തലഫുദ് ബിന്നിയ്യത്തി ബിദ്അത്തുൻ, നാവ് കൊണ്ട് ഉച്ചരിച്ച് നിയ്യത്ത് പറയൽ ബിദ്അത്താണ്. ഇനി ഫർളായ നോമ്പുകളുടെ നിയ്യത്ത് അത് രാത്രിയിൽ ഉണ്ടായിരിക്കണം, സുബഹിന്റെ മുമ്പ് ഉണ്ടാവണം നിർബന്ധം. മല്ലം യുജ്മിഉ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന്റെ മുമ്പ് ഒരാൾ നിയ്യത്ത് കരുതിയില്ലെങ്കിൽ അവർ നോമ്പില്ല. ഹദീസിൽ കാണാം. മല്ലം യുബയ്യിത്തി സിയാം, രാത്രി നിയ്യത്ത് കരുതിയില്ലെങ്കിൽ അവന് നോമ്പില്ല. എന്നാൽ സുന്നത്ത് നോമ്പുകളാണെങ്കിലോ അത് ഈ പ്രശ്നമില്ല. അത് രാവിലെ നിയ്യത്തുണ്ടായാലും മതി. ഒരാൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, 8-9 മണി വരെ, 9 മണിയായപ്പോൾ തോന്നുന്ന ഇന്ന് നോമ്പെടുക്കാം. അപ്പൊ അവിടെ മുതൽ നോമ്പ് ആരംഭിച്ചാൽ അവൻ അവിടെ മുതലുള്ള നോമ്പിന്റെ പ്രതിഫലമുണ്ട്, സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലമുണ്ട്. പക്ഷെ ഫർള് നോമ്പിനോ സുബഹിന്റെ മുമ്പേ അവൻ നിയ്യത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, അത് കഴിഞ്ഞാൽ പിന്നെ വിഷയമാണ് അത്താഴം. പല ആളുകളും അത്താഴം കഴിക്കാറില്ല, ചിലരൊക്കെ ഒഴിവാക്കും. പല കാരണങ്ങളാണ്. അലസത കൊണ്ട് ഒഴിവാക്കുന്നവരുണ്ട്, ആ സമയത്ത് ഉണരണം, എണീക്കണം, ഭക്ഷണം കഴിക്കണം, മടി കൊണ്ട് ഒഴിവാക്കുന്നവരുണ്ട്. പിന്നെ ചില പ്രയാസങ്ങൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ പല ആളുകളും. ഏതായാലും അത്താഴം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ബറക്കത്തുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് അത്താഴം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ഹലുമുഇനാ തുആമിൻ മുബാറകിൻ, അനുഗ്രഹീതമായ ഭക്ഷണത്തിലേക്ക് വരുന്ന, അത്താഴത്തിലേക്ക് വരുന്ന എന്നല്ല പറഞ്ഞത്. അല്ലാഹു തആല ഒരു വസ്തുവിലോ വ്യക്തിയിലോ സ്ഥലത്തിനോ ബറക്കത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബറക്കത്ത് നമ്മൾ ആഗ്രഹിക്കണം. ഇപ്പൊ നമ്മൾ നോമ്പുകാരനാണെങ്കിലും ചിലപ്പോ നോമ്പിന്റെ ദിവസങ്ങളിൽ പകല് വല്ലാത്ത വിശപ്പൊന്നും ഉണ്ടാവില്ല. അതാണ് നമ്മൾ അത്താഴത്തിന്റെ ഉൾക്കല്ല, അത് അള്ളാഹ് അതിൽ വെച്ച ബറക്കത്തിന്റെ ഒരു ശക്തിയാണ്.
അപ്പൊ റബ്ബ് വെച്ച ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കണം. നിങ്ങൾ അത്താഴം കഴിക്കുക, സഹോദരി ബറക്ക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഇന്നഹ ബറക്കത്ത്, അത് ബറക്കത്താണ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അത് ഒഴിവാക്കരുത് എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും പിന്നെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ ഇനി ഒരാൾക്ക് കൂടുതലായി ഭക്ഷണം കഴിക്കാൻ വയ്യെങ്കിൽ കുറച്ച് ഈത്തപ്പഴമെങ്കിലും കഴിക്കാം. ഈത്തപ്പഴം ഒരു സത്യവിശ്വാസികളുടെ അത്ര നല്ല അത്താഴമാണ് ഹദീസിൽ കാണാം. ഇനി ചിലവർക്ക് അത് തിന്നാലും ഗ്യാസ് ഉണ്ടാവും ഈത്തപ്പഴം. അപ്പോഴും ഹദീസിൽ വേറെ മാർഗമുണ്ട്. നിങ്ങൾ അത്താഴം കഴിക്കണം, കുറച്ച് വെള്ളം കുടിച്ചിട്ടെങ്കിലും. അപ്പൊ ഒന്നുമില്ലാതെ രാത്രി കടന്നുറങ്ങി സുബഹിക്ക് എണീറ്റ് ഞാൻ നോമ്പുകാരനാകുക എന്ന അവസ്ഥക്കപ്പുറം എന്തെങ്കിലും ഒന്ന് നേരത്തെ എണീറ്റ് കഴിക്കുന്ന പ്രകൃതം ഉണ്ടാകണം. നമുക്കും വേദക്കാർക്കും ഇടയിൽ വ്യത്യാസം അത്താഴമാണ്. അവർ അത്താഴം കഴിക്കാറില്ല, നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പോ നമ്മൾ ആ നിലക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യരുത്, അതിനെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതേപോലെ തന്നെ നോമ്പ് തുറ ഇപ്പോ ഞാനും പറഞ്ഞാലില്ലെങ്കിൽ നോമ്പുറപ്പ് എല്ലാവരും തുറക്കും. പക്ഷെ അതുമായി ഇസ്ലാമികമായ ചില നിയമങ്ങളുണ്ട്. അതൊന്നെന്താ പറയുക, വേഗത്തിൽ തുറക്കാം. വേഗത്തിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ മുമ്പ് തുറക്കലല്ല, ബാങ്ക് ആയി നടന്ന് സമയമായി നടന്നാൽ നോമ്പ് ഉടനെ തുറക്കണം. അപ്പുറത്തെ പള്ളിയിൽ വാങ്ങ് കൊടുത്തോ, അപ്പുറത്തെ പള്ളിയിൽ വാങ്ങ് കൊടുത്തോ എന്ന് കാത്തിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വാങ്ങും നോമ്പ് തുറക്കും. അഹ്ലുൽ കിതാബിന്റെ സ്വഭാവം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് വൈകി ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, അത് ഉദിച്ചാൽ അവർ നോമ്പ് തുറക്കാറുള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ അവരെ പോലെ ആകരുത്. 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ ഹദീസ് കാണാം. അതിൽ ഒന്നെന്താണ്, തഅജീലുൽ ഫിത്ർ, നോമ്പ് തുറ വേഗത്തിലാണ്. അപ്പൊ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കലും സമയമായെന്നറിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കലും. നോമ്പ് തുറക്ക് ധൃതി കാണിച്ചാൽ അതിൽ ഹൈറുണ്ടെന്നാ അന്ന് പറഞ്ഞതിനാണ് ഹൈർ, അത് നമുക്ക് തോന്നിയത് അല്ല ഹൈറുണ്ട്. അപ്പൊ ആ ഹൈറിന് നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ പാലിക്കുക. ഇരുന്ന് കുടിക്കുക, വലത്തെ കൈകൊണ്ട് കുടിക്കുക. പലപ്പോഴും നമ്മുടെ സഹോദരന്മാര് വളരെ മോശമായ സമീപനം, ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമീപനം കാണും. അത് പിശാചിന്റെ പ്രകൃതമാണ്. പിശാചി ഇടത് കൈകൊണ്ട് തിന്നുന്നു കുടിക്കുന്നു. നിങ്ങൾ ചെയ്യരുത്. അപ്പോ നോമ്പ് തുറയാണെങ്കിലും അല്ലെങ്കിലും ഏത് സന്ദർഭത്തിലും വലത് കൈ ഉപയോഗിക്കാം. നമ്മള് ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ചെറിയ പ്രവർത്തനത്തിൽ പോലും വലിയ പുണ്യമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ എത്ര പ്രതിഫലം ഉണ്ടെങ്കിൽ ഒരു ചായ കുടിക്കുകയാണ്, ഇരുന്ന് കുടിക്കുന്നു. വെള്ളത്തിൽ ഊതാൻ പാടില്ല. അപ്പൊ റസൂൽ ഊതരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഊതുന്നില്ല, അതിന് പ്രതിഫലമുണ്ട്. ഒഴിവാക്കാൻ പറഞ്ഞ തിന്മ ഒഴിവാക്കിയാലും പ്രതിഫലമാണ്. 3 ഒറ്റ ഗ്ലാസ് ഒന്നിച്ച് കുടിക്കാതെ 3 തവണയായി കുടിക്കുക, അതിനും പ്രതിഫലമാണ്. വലത്തെ കൈ കൊണ്ട് കുടിക്കണം, അതിനും പ്രതിഫലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് ജ്യൂസ് എന്തെങ്കിലും കുടിക്കുമ്പോഴത്തേക്കും 4-5 പ്രതിഫലമായി. അപ്പൊ അതൊക്കെ നമ്മൾ നോമ്പ് കാലത്തും ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ആ ഈത്തപ്പഴം ഇല്ലെങ്കിലോ ഉണങ്ങിയ കാരക്ക, കാരക്ക ഇല്ലെങ്കിലോ പച്ചവെള്ളം. ഇങ്ങനെ 3 ക്രമമുണ്ട്: ഈത്തപ്പഴം, കാരക്ക, വെള്ളം. അതൊന്നുമില്ലെങ്കിലാണ് മറ്റുള്ളതിലേക്ക് നമ്മൾ തിരിയാവും. അതുപോലെ തന്നെ മറ്റുള്ളവർ നോമ്പ് തുറപ്പിക്കാം. അതും ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പ്രതിഫലത്തോടുകൂടി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നോമ്പ് മുറിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1, മനഃപൂർവ്വം തിന്നാൻ നോമ്പ് മുറിയും. അറിയാതെ ഒരാൾ ഭക്ഷിച്ചു, റമദാന്റെ 1ാമത്തെ ദിവസം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അവൾ വെള്ളം എടുത്തു കുടിച്ചു, അതിലേക്ക് വേറെ എന്തെങ്കിലും അറിയാണ്ട് എടുത്ത് തിന്നും. അത് മനഃപൂർവ്വമല്ല എങ്കിൽ അതിനോട് അവന് നോമ്പ് മുറിയുന്നില്ല. മനഃപൂർവ്വമാണെങ്കിൽ നോമ്പ് മുറിയുകയും ചെയ്യും, സംശയമില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് അനസിയ ഫഅകല വശരിബ ഫലിയുത്തിമ സൗമഹു. മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ എന്റെ നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കണ്ട, നോമ്പ് പൂർത്തിയാക്കട്ടെ. കാരണം ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അല്ലാഹുവാണ് തീറ്റിപ്പിച്ചത്, കുടിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരാൾ മനഃപൂർവ്വം അല്ലാത്ത നിലക്ക് ഭക്ഷണം അകറ്റപ്പെട്ടാൽ നോമ്പ് മുറിയുകയില്ല. പിന്നെ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. മനഃപൂർവ്വം ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8-10 മണിയായപ്പോ ചെറിയൊരു മനം പറ്റാന്നൊക്കെ പറയാം. എന്തായാലും പറയാ മനം പറ്റാന്ന് പറയാൻ, അസ്വസ്ഥത വയറിനകത്ത്. ഛർദ്ദിക്കണമില്ല, വാരുവേദന കുറേശ്ശെ ഉണ്ട്, തലവേദനയുണ്ട്. ചിലപ്പോൾ ഒരു ഛർദ്ദി ഉണ്ടായാൽ ആ അസുഖങ്ങൾ മാറും. എന്നാൽ ഛർദ്ദിച്ച് കിട്ടണമില്ല. അപ്പോൾ ഒരാൾ തന്റെ വായിലേക്ക് കൈയിട്ടിട്ട് ഛർദ്ദിച്ചു, അത് മനഃപൂർവ്വം ഛർദ്ദിക്കണം, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ചെയ്താൽ മനഃപൂർവ്വം ഛർദ്ദിച്ചു, അവന് നോമ്പ് മുറിയും. എന്നാൽ സാധാരണ നിലക്ക് ഒരാൾ നോമ്പ് ഛർദ്ദിച്ചു പോയാലോ നോമ്പ് മുറിയില്ല. ഒരാൾക്ക് ഛർദ്ദി വന്നാൽ ഖളാ ഇല്ല, അത് വീട്ടേണ്ടതില്ല.
മനഃപൂർവ്വം ഛർദ്ദിച്ചാലോ അവൻ നോമ്പ് വീട്ടുകയും വേണം. അതേപോലെ നോമ്പ് മുറിച്ച കാര്യങ്ങളാണ് ലൈംഗിക ബന്ധം. തീരെ പാടില്ലാത്തതാണ്. പകൽ വേളയിൽ ഭാര്യയുമായി ഒരിക്കലും ലൈംഗിക ബന്ധം പാടില്ല. അഥവാ സംഭവിച്ചാൽ ഇസ്ലാം ഗൗരവത്തോടു കൂടിയുള്ള ചില നിയമങ്ങളാണ് പറഞ്ഞത്. അടിമമോചനം വേണം. അതിന് സാധ്യതയില്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നെ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഈ നോമ്പ് വീട്ടണം. അന്ന് പകലിൽ ലൈംഗിക ബന്ധം സംഭവിച്ചാലും ബാക്കി നോമ്പ് തുടരണം. മകര് വരെ പിന്നെ നോമ്പിൽ തുടരണം. ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആ നോമ്പ് പിന്നെ വീട്ടണം. അതിന് പുറമെ പിന്നെ 60 നോമ്പ് വേറെടുക്കണം. ഇങ്ങനെ വലിയ ഗൗരവമുള്ള പിന്നെ കഫാറത്താണ് അതിന്റെ പിറകിൽ വരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് സമീപിക്കാതിരിക്കണം. അതേപോലെ തന്നെ 4-മതായി ആർത്തവരക്തവും പ്രസവരക്തവും തുടങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അത് ബാങ്കിന്റെ 1 മിനിറ്റ് മുമ്പാണെങ്കിലും ശരി. ഇത്രയായില്ല, എന്നിപ്പോ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് നോമ്പ് തന്നെയാണ് എന്ന് കണക്കാക്കാൻ പാടില്ല. അള്ളാഹ് വെച്ചൊരു നിയമമാണത്. പക്ഷെ ആ നിയമത്തിൽ നമ്മൾ പ്രയാസമായി കാണണ്ട. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോൾ അതൊരു അനുഗ്രഹമായി കൂട്ടിയാണ്. എന്താ പറയുക, അത്രയും സമയം നോമ്പെടുത്ത് കൂലി കിട്ടി. പിന്നെയോ അള്ളാന്റെ നിയമമാണ് ആർത്തവം തുടങ്ങിയപ്പോൾ നോമ്പ് പാടില്ല. ആ നിയമം ഞാൻ പാലിച്ചു, അള്ളാനെ അനുസരിച്ചു, അതിനൊരു കൂലി വേറെ കിട്ടി. ഇനി ആ നോമ്പ് ഒന്നുകൂടി നോൽക്കാനുള്ള അവസരവും കിട്ടി, ഒരു പ്രതിഫലമായി. അപ്പൊ അത് റബ്ബിന്റെ നിയമങ്ങൾക്ക് ഒരു യുക്തിയുണ്ട്. അത് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കി എന്നൊരിക്കലും ഒരു സഹോദരിക്ക് തോന്നാൻ പാടില്ല. അപ്പൊ ബാങ്കിന്റെ ഏത് സമയത്താണോ ബാങ്കിന്റെ സമയം, അതിന് 1 മിനിറ്റ് മുമ്പ് ആർത്തവം തുടങ്ങിയാലും, ഒരു ഗർഭിണിയാണ് പ്രസവരക്തം തുടങ്ങിയാലും നോമ്പ് അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഭക്ഷണം, അതേപോലെ തന്നെ ക്ഷീണം മാറ്റുക തുടങ്ങിയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്താൽ നോമ്പ് മുറിയും. ഇപ്പോ നമ്മൾ ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ടല്ലോ, അതൊരു ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ് ചെല്ലുന്നത്. അപ്പൊ ഭക്ഷണമായോ ഭക്ഷണത്തിന് പകരമായോ ഭക്ഷണത്തിന്റെ സ്ഥാനത്തായോ ഭക്ഷണത്തിന്റെ ഗുണം ചെയ്യുന്നതായോ എന്തെങ്കിലും അകത്തേക്ക് ചെന്നാൽ അത് ഇഞ്ചക്ഷൻ ആയിട്ടോ സിറിഞ്ച് വഴി എന്തെങ്കിലും ആയിട്ടോ അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയും. എന്നാൽ ഒരു പനി ബാധിച്ചു എന്നോ ഒരു മരുന്നായിക്കൊണ്ട് പിന്നെ ഇഞ്ചക്ട് ചെയ്താലോ അതിനോട് നോമ്പ് മുറിയുന്നില്ല. അപ്പൊ ഇഞ്ചക്ഷൻ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഭക്ഷണമായിട്ടും ഒരാൾക്ക് ഭയങ്കര ക്ഷീണം വന്നു, എനിക്കൊരു ഊർജം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അത് മരുന്നല്ല, അത് അവന്റെ ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും, നോമ്പ് മുറിയും. അല്ലാത്തതാണെങ്കിൽ ഒരു പനി വന്നു, ഒരു ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അത് ഡോക്ടർക്ക് പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പൊ ഇഞ്ചക്ട് ചെയ്തു, ബ്ലഡ് എടുത്തു, അങ്ങനെയുള്ള സമയങ്ങൾ ചെയ്യുന്നില്ല, നോമ്പ് മുറിയുന്നില്ല. മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നെ അതിന്റെ നോമ്പ് മുറിയുകയും ചെയ്യും. അതുപോലെ തന്നെ ചില അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ഈ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അറിയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും സംഭവിക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് എന്റെ നോമ്പ് മുറിഞ്ഞു, അല്ലെങ്കിൽ എനിക്കിന് നോമ്പില്ല എന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ. അതിൽപ്പെട്ട ഒന്നാണ് ജനാപത്തുകാരനായി നേരം പുലരൽ. അതായത് രാത്രി ഒരാൾ ജനാപത്തുള്ള ആളായി, അത്താഴത്തിന് എണീക്കാൻ കഴിഞ്ഞില്ല, ഉണർന്നപ്പോ ബാങ്ക് കൊടുക്കുന്നുണ്ട്, കുളിച്ചിട്ടില്ല. അപ്പൊ അയാൾ പറയാണ്, ആ സുബഹിന്റെ മുമ്പ് കുളിച്ചില്ല, അതോടെ എനിക്ക് നോമ്പില്ല. അപ്പൊ നോമ്പെടുക്കാൻ കുളി നിബന്ധനയില്ല, കുളി നമസ്കരിക്കാനാണ് നിബന്ധനയുള്ളത്. അതുകൊണ്ട് സുബഹിന്റെ ബാങ്കിന് ശേഷം ഉണർന്നാലും കുളിച്ച് നിസ്കരിക്കാം. അവൻ നോമ്പിലാണ്, അത്താഴം കഴിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ, അത് ഉറങ്ങിപ്പോയതാണ്. അപ്പോ ആ ബാങ്കിന്റെ മുമ്പത്തെ കുളി അല്ലെങ്കിൽ നമസ്കാരത്തിന് മുമ്പത്തെ കുളി നമസ്കരിക്കാനാണ്, നോമ്പിനല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ രാത്രി ജനാപത്തുകാരനായി നേരം പുലർന്നാൽ അയാൾക്ക് തന്റെ നോമ്പ് തുടരാവുന്നതാണ്, അതിന് വിരോധം ഇല്ല. അതുപോലെ തന്നെ പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കാൻ പാടില്ല, അതേപോലെ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കരുത് എന്നൊക്കെയുള്ള പല തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിലുണ്ട്. സ്വഹാബികൾ പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്താഖു വഹുവ സ്വായിമുൻ മാ ലാ ഉഹ്സി വലാ ഉഅദ് വലാ അഉദ്. എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും തവണ അല്ലാഹുവിന്റെ റസൂൽ നോമ്പുകാരനായിട്ട് പല്ല് തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പല്ല് തേക്കണം. അതിന് പല സന്ദർഭങ്ങളും സുന്നത്താക്കപ്പെട്ട പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. കാരണം അത് മത്ഹറത്തുൽ ഫമി, വായന്റെ ശുദ്ധീകരണമാണ്, റബ്ബി, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടമുള്ള കാര്യവുമാണ്. പല്ല് തേക്കുന്നൊന്നുമില്ല, വിരോധമല്ല. അതുപോലെ തന്നെ മുങ്ങിക്കുളിക്കാൻ പാടില്ല എന്നാണ്, അത് ആളുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. സ്വഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ചൂടുള്ള സമയത്ത് ഞാൻ കണ്ടു, യസുബ്ബുൽ മാഅ അലാ റഅസിഹി മിനൽ ഹർരി വഹുവ സ്വായിമുൻ. ചൂട് നോമ്പുകാരനായിരിക്കെ ചൂടുള്ള സമയത്ത് വെള്ളം തലയിലൂടെ ഒഴിച്ചു കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
മുങ്ങാൻ പാടില്ല എന്നോ കുടിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ മനഃപൂർവ്വം വെള്ളം കുടിക്കരുത് എന്ന് മാത്രം. ഇപ്പൊ ഒതു എടുക്കുമ്പോൾ വിശ്വാസം പറഞ്ഞു മൂക്കിൽ നന്നായി വെള്ളം കയറ്റി ചീറ്റണം. ഇല്ല തൊക്കൂടെ സായിമ നോമ്പുകാരനല്ലെങ്കിൽ, നോമ്പുകാരനാണെങ്കിലോ സൂക്ഷിക്കണം. കാരണം മൂക്കിലൂടെ അത് ഉള്ളിലേക്കുള്ള മൻഫതാണ്, പ്രവേശന കവാടമാണ്. കണ്ണുപോലും ചെയ്യുപോലെ അല്ല, ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രവേശന കവാടം മൻഫതാണ് മൂക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് ഒതുവെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില ശ്രദ്ധകൾ വേണമെന്നുള്ളൂ, അല്ലാതെ മുങ്ങി കുളിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ണിൽ സുറുമ ഉപയോഗിക്കാം. കൺമഷി ഉപയോഗിക്കുന്നവർ സ്ത്രീകൾക്ക്, പുരുഷന്മാർ ആരായാലും സ്ത്രീകൾ കൺമഷി ഉപയോഗിക്കാറുണ്ട്. വേണ്ടി കറങ്ങുമ്പോഴല്ല, വീട്ടില് ഭർത്താവിന്റെ മുമ്പിൽ, അതുപോലെ വീട്ടില് മഹറമകളായ ആളുകളുടെ മുമ്പിൽ അതൊക്കെ ചെയ്യാം. അത് നോമ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. മൂക്കിൽ ഒഴിക്കുന്ന മരുന്ന് പകലിൽ ഒഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതിന് നേരത്തെ പറഞ്ഞ ഹദീസാണ് കാരണം. നോമ്പുകാരൻ അല്ലെങ്കിൽ നിന്ന് മൂക്കിൽ നല്ല വെള്ളം കയറ്റണം. നോമ്പുകാരനാണെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ല, കാരണം മൂക്കിലൂടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ മൂക്കിൽ ഒഴിക്കുന്ന മരുന്നാണെങ്കിൽ അത് നോമ്പ് തുറന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എന്നാൽ ചില ആളുകൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നു. വിദേശ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം, പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ ഇപ്പോൾ തായിഫ്, ഖുറൈദ അങ്ങനെ ഏരിയകളിലൊക്കെ ഭയങ്കര തണുപ്പ് കാരണം മൂക്കും വായും ഒക്കെ അടഞ്ഞു പോകുന്ന രംഗമുണ്ടാകാറ്. അങ്ങനെ അടയുന്ന ആളുകളാണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങാത്ത രൂപത്തിൽ ചെറുതായിട്ട് എന്ത് ചെയ്യാവുന്നത് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും സൂക്ഷിക്കാറുണ്ടായിരുന്നത്. നിങ്ങളുടെ സംശയങ്ങളുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനടുത്താണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നമുക്ക് പഠിക്കാനും അറിയാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിവിടെ നേരത്തെ ചോദിച്ച പ്രകാരം എഴുതി കിട്ടിയ ചോദ്യങ്ങളുണ്ട്. അതിൽ വന്ന ചോദ്യങ്ങൾ ആദ്യം പറയാം, ശേഷം നേരിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കാം. പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മളെ ഏതെല്ലാം ഇനം സമ്പത്തുകൾക്കാണ് സക്കാത്ത് നൽകേണ്ടത് എന്നാണ് വന്നിട്ടുള്ളത്. സക്കാത്ത് പിന്നെ സ്വയം വളർച്ചയുള്ളതും വളർച്ചയ്ക്ക് കാരണമാകുന്നതും വളർച്ചയുടെ ഭാഗമായി വരുന്ന എന്തൊക്കെ വസ്തുക്കൾക്ക് അതിനൊക്കെ സക്കാത്ത് കൊടുക്കണം. അപ്പം അതിൽപ്പെട്ടാൽ നമ്മുടെ കാലി സമ്പത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര കാലികളില്ല. അപ്പോൾ ഒട്ടകം, പശു, ആട്, 40 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നമുക്ക് അത്രയും കന്നുകാലി സമ്പത്ത് നമുക്കില്ല. പിന്നെ കൃഷിയാണ്, പ്രധാന കൃഷിയാകുന്ന നെല്ല്. നെല്ലിന് സക്കാത്ത് കൊടുക്കണം. നെല്ലുള്ള ആളുകളാണെങ്കിൽ അത് 300 സാധനം, അതായത് 600 കിലോഗ്രാം 6 കിൻഡൽ അരി ഒരാൾക്കുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അപ്പം മറ്റുള്ള വസ്തുക്കളൊക്കെ കശുവണ്ടി, ഏലക്കായ, ഏലം, അതേപോലെ ഗ്രാമ്പു തുടങ്ങിയൊക്കെ ആണെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന കാശിന് പണത്തിൻ്റെ സക്കാത്തിൻ്റെ തത്വമനുസരിച്ച് കൊടുക്കണം. അപ്പം അതിൽ പണത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് വരുമാനമാണ്, ശമ്പളം കിട്ടുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ നിരക്ക്, അതായത് 590 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ ഒരാൾക്ക് തൻ്റെ ഒരു മാസത്തെ വരുമാനമായിട്ട് ശമ്പളം കിട്ടിയതിൽ നിന്ന് തൻ്റെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അതിന് അദ്ദേഹം സക്കാത്ത് കൊടുക്കണം. അതേപോലെ കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ കച്ചവടത്തിൻ്റെ വരുമാനം അദ്ദേഹം അതിന് സക്കാത്ത് കൊടുക്കണം. വാഹനങ്ങൾ വാടക കൊടുക്കുന്ന ആളാണെങ്കിൽ ആ വാടകയ്ക്ക് അദ്ദേഹം സക്കാത്ത് കൊടുക്കണം. അതുപോലെ ഇതല്ലാത്ത വേറെയും വാടക കൊടുക്കുന്ന പല വസ്തുക്കളുണ്ടല്ലോ. ഇപ്പോൾ ബൈക്കും സെറ്റും കാര്യങ്ങളൊക്കെ വാടക കൊടുക്കുന്ന ആളുകളുണ്ട്, അതൊരു വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള മേഖലകൾ വേറെ തരത്തിലുള്ള വല്ല കച്ചവടങ്ങളുണ്ടെങ്കിൽ അതിന് വാഹന കച്ചവടം നടത്തുന്ന ആളുകളാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ കച്ചവടമായിട്ടോ ശമ്പളമായിട്ടോ വാടകയായിട്ടോ കമ്മീഷനായിട്ടോ ഏത് നിലക്കാണെങ്കിലും ശരി വരുമാനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ വളർച്ച, ഒരു വസ്തു സ്വയം വളരുന്നതും വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതും വളർച്ചയ്ക്ക് കാരണമാകുന്നതുമായ വസ്തുക്കളാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. സ്വർണം, വെള്ളി, അതെന്താണ് ശരിക്കും സ്വർണം വെള്ളി അതൊക്കെ പണമാണ്. ഒരു കാലഘട്ടത്തിൽ ദീനാറും ദിർഹമുമായിരുന്നു സ്വർണ്ണ നാണയം, വെള്ളി നാണയം എന്ന് പറഞ്ഞു. അത് പണത്തിന്റെ നിയമമാണ് അതിനുള്ളത്. ഒരാൾ പണം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. കാരണം പണം എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഇറക്കാനുള്ളതാണ്. അത് ലോകത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായിട്ടുള്ള വസ്തുവാണ്. അത് ഒരാളെ കയ്യിൽ നിന്ന് ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ വളർച്ച ഉണ്ടാവില്ല, പുരോഗമനം ഉണ്ടാവുകയില്ല. അത് ഇസ്ലാമിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ സ്ഥാനത്താണ് സ്വർണവും വെള്ളി. അത് ആഭരണമായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ, സംഗതി അത് നാണയങ്ങളാണ്. അതുകൊണ്ട് സ്വർണം, വെള്ളി തുടങ്ങിയ വസ്തുക്കൾ, അതേപോലെ നമ്മുടെ വരുമാന മാർഗങ്ങൾ, കച്ചവടങ്ങൾ, എന്നൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്.
മറ്റൊന്ന് നോമ്പുമായി ബന്ധപ്പെട്ട് മുലയൂട്ടുന്ന സമയത്തും ഗർഭിണിയായ സമയത്തും ഒഴിവാക്കിയ നോമ്പുകൾ നോറ്റുകൂട്ടുന്നതിന് പകരം ഫിദിയ മാത്രം മതി എന്ന് കേൾക്കുന്നു. ഏതാണ് ശരിയായ അഭിപ്രായം? ഈ നോമ്പ് ഒഴിവാക്കാൻ അല്ലാഹു തആല ഇളവ് നൽകിയത് പിന്നെ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പെടുക്കാൻ കഴിയുന്നവർ, അതായത് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, അവര് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കാമെന്ന് നിയമം പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കുള്ളതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃദ്ധന്മാരാണ്. അജൂസ് എന്ന് പറഞ്ഞാൽ ഇനി വൃദ്ധ അവസ്ഥ കുറഞ്ഞിട്ട് താഴത്ത് പോരുമല്ലോ, ഇനി യുവാവാവൂല. അപ്പൊ തന്റെ ആരോഗ്യം ക്ഷയിച്ചു, ഇനി ഒരു ആരോഗ്യം തിരിച്ചു വന്ന് നോമ്പിലേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷ ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് വഅലല്ലദീന യുതീഖൂനഹു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം തഫ്സീറുകളിൽ കാണാം. അപ്പൊ ഒരു നിലക്കും നോമ്പെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്? ഫിദിയായിട്ട് കൊടുക്കേണ്ടത്. അതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? നോമ്പ് നോറ്റ് വീട്ടണം. അതിൽ പെട്ടതാണ് യാത്രക്കാര്. ഒരാള് റമദാനിൽ അത്യാവശ്യമായിട്ട് ബോംബെക്ക് ഡൽഹിക്ക് പോറ്റി വന്നു. യാത്രയിൽ സൗകര്യങ്ങൾ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും റെസ്റ്റ് എടുക്കാനും അതേപോലെ തന്നെ നോമ്പ് തുറക്കാനും സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അല്ലാഹു തആല ഞെരുക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ള തന്നെ അളവാണ്. ആ ഇളവിൽ അന്ന് പിന്നെ ഒരു മാർഗം കൂടി പറഞ്ഞു. അവനെന്ത് ചെയ്യണം? മറ്റു ദിവസങ്ങളിൽ നോറ്റി പറ്റുന്നു. അപ്പൊ ഗർഭിണികളായ സ്ത്രീകളും അതേപോലെ മുലയൂട്ടുന്ന സ്ത്രീകളും ഒക്കെ ഈ ഗണത്തിലാണ് പോരാ. അവർ ഫിദിയ കൊടുത്താൽ പോരാ. ഇപ്പൊ ചില സ്ത്രീകളിപ്പോ ഒരു സ്ത്രീ ഈ വർഷം ഗർഭിണിയാണ്, നോമ്പില്ല. അടുത്ത വർഷം റമദാൻ അവൾക്ക് മുലയൂട്ടുകയാണ്, അപ്പോഴും നോമ്പില്ല. പിന്നത്തെ വർഷം അവൾ വീണ്ടും ഗർഭിണിയായി. ഇതിങ്ങനെ തുടരുകയാണ്. അങ്ങനെ കൊല്ലങ്ങളോളം നോമ്പെടുക്കാത്ത സ്ത്രീകൾ ഇപ്പൊ നോമ്പാവുമ്പോൾ അറിയാം, കുറെ സഹോദരിമാരും ചോദ്യം ചോദിച്ചു വിളിക്കും. അപ്പൊ അതിൽ വരുന്ന വിഷയമാണ്. അപ്പൊ നോമ്പെടുക്കാൻ പറ്റിയില്ല. സഹോദരിമാർ മനസ്സിലാക്കുക, ഖുർആൻ പറഞ്ഞ കാര്യമാണ് തസൂമു ഖൈറുൻ, നോമ്പെടുക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. മാത്രമല്ല നമ്മൾ ഈ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇപ്പൊ സ്ഥിരം രോഗികളുണ്ടാകുന്നത് ഓക്കെ, ഇപ്പൊ എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പൊ ചില ഗർഭിണികള്, ഒരു സ്ത്രീ ഗർഭിണി ആയി കഴിഞ്ഞാല് അന്നും ആ മാസം മുതലേ അവൾ കിടപ്പില്ല, ക്ഷീണം, പ്രയാസം, ബുദ്ധിമുട്ട്, അങ്ങനെ അമ്മായിയും മരോളം അടിപിടിയൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ അങ്ങനെ പലതും ഉണ്ടാകും. എന്നാൽ വേറെ ചില സ്ത്രീകളോ ഒരു പ്രശ്നവുമില്ല, അവള് 9-ാം മാസം ആയാലും ആൾ ഉഷാറാണ്. രണ്ടുപോലും നിയമം ഒന്നല്ല. അവൾ ഗർഭിണിയാണെന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അവൾക്കത് പ്രയാസം ഉണ്ടാക്കുമോ, കുട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് മസല. അവ പ്രയാസം ഉണ്ടാക്കുമെങ്കിലാണ് നോമ്പെടുക്കേണ്ട, ഒഴിവാക്കേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. ഗർഭിണിയാണെന്നുള്ളത് കൊണ്ട് നോമ്പ് ഒഴിവാക്കണമെന്നില്ല. മുലയൂട്ടുന്നു എന്ന കാരണത്താൽ നോമ്പ് ഒഴിവാക്കണമെന്നില്ല. പണ്ഡിതന്മാരതിനെ വേർതിരിക്കുന്നുണ്ട്. മുലയൂട്ടുന്നതിലൂടെ തനിക്കോ കുഞ്ഞിനോ ഒരു പ്രശ്നമില്ല, പാല് കുറയുന്ന പ്രശ്നമില്ല, തന്റെ ആരോഗ്യത്തിന് പ്രശ്നമില്ല എങ്കിൽ നോമ്പെടുക്കൽ നിർബന്ധമാണെന്ന് ഉലമാക്കൾ വേർതിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മുലയൂട്ടുന്നതിലൂടെ സ്ത്രീ ക്ഷീണിക്കും, പാല് കുറയും, കുട്ടിക്ക് പാല് കിട്ടൂല, കുട്ടിക്കും സ്ത്രീക്കും അത് ദോഷമായി ഭവിക്കും എന്നൊരു സ്ത്രീ അറിഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് എടുക്കാനും പാടില്ല എന്നാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതിനകത്തുള്ള നിങ്ങൾ സ്വന്തത്തെ നാശത്തിലേക്ക് ഇടരുത്. അപ്പൊ അത് ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രകൃതിയും കഴിവും ആരോഗ്യം അനുസരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവളത് ഫിദിയ അല്ല വേണ്ടത്, അവൾ നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അപ്പൊ കഴിയില്ലാതൊരു കാരണം പെട്ടെന്ന് എടുത്ത് പറയരുത്. കാരണം എന്താ അറിയോ, അവൾക്ക് എല്ലാം കഴിയുന്നുണ്ടല്ലോ. റമദാൻ കഴിഞ്ഞാൽ അവൾ എല്ലാം ചെയ്യുന്നുണ്ട്, അവൾ ചെയ്യാത്തൊരു പണിയില്ല, അവൾ പോകാത്തൊരു സ്ഥലവുമില്ല, എല്ലാം നടക്കുന്നുണ്ട്, അത് മാത്രം നടക്കൂല എന്ന് പറയരുത്. പിന്നെ ഒരാൾക്ക് നടക്കൂല, അതപ്പോ അങ്ങനത്തെ രോഗികളും പ്രയാസപ്പെടുന്നവരും നോമ്പെടുക്കാൻ തീരെ പറ്റ ദുർബലരും അത് തീരുമാനിക്കേണ്ടത് മൗലികമാരല്ല, അത് ആ സ്ത്രീ തീരുമാനിക്കേണ്ട കാര്യം. എനിക്ക് ആരോഗ്യമുണ്ടോ, എനിക്ക് കഴിയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ നോമ്പ് അത്തരം സ്ത്രീകൾ ഒഴിവാക്കിയാൽ അവര് അത് നോറ്റുവിട്ടുകയാണ് വേണ്ടത്. ഓരോ മാസം 3 നോമ്പെടുത്താൽ മതി. എത്ര ദൂരത്തേക്ക് ടൂർ പോകുന്നുണ്ട്, എത്ര സംഗതികൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം നടക്കുന്നുണ്ട്. നോമ്പ് മാത്രം നടക്കാത്തുള്ളൂ, അതിന് മാത്രം പ്രയാസമുള്ളൂ. ഓരോ മാസം 3 നോമ്പെടുത്താൽ ഒരു മാസത്തെ 10 മാസം വിചാരിക്കുകയാണെങ്കിൽ 10 ദിവസത്തെ ഒരു നോമ്പെടുത്താൽ ഒരു മാസം 3 നോമ്പ് കിട്ടും. അപ്പൊ ആരും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ സിമ്പിളായ കാര്യമാണ്. അപ്പൊ അങ്ങനെ നോമ്പ് എടുക്കുകയാണ് വേണ്ടത്. അല്ല ഒരാൾക്ക് തീരെ പ്രയാസത്തിലാണ്, ഒരിക്കലും നോമ്പെടുക്കാൻ കഴിയാത്ത ദുർബലാവസ്ഥയാണ്, അത് അവര് തീരുമാനിക്കുക, വേറെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അവരും ചെയ്താൽ മതി. നോമ്പിന് പകരം അതിന് ഭക്ഷണമായിട്ട് ബിസ്കിറ്റ് കൊടുക്കും. ഈ ഫിദിയന്റെ ഒരു അളവും രൂപങ്ങളും, ഫിദിയയുടെ അളവ് ഹദീസിൽ വന്നത് നിസ്ഫു സാ എന്നാണ്. നിസ്ഫു സാ എന്ന് പറഞ്ഞാൽ 1.5 കിലോ.
അതായത് ഒരു സ്വായ എന്ന് പറഞ്ഞാൽ സ്വായിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് 2 എന്ന് പറഞ്ഞു, 2,200 എന്ന് പറഞ്ഞു. അത് ഓരോ രാജ്യത്തെയും കണക്കിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അറേബ്യൻ രാജ്യത്ത് ഉപയോഗിക്കുന്ന അളവിന്റെ തോതാണത് സ്വാഹ. അപ്പൊ ഏതാണ്ട് 1.25 മുതൽ 1.5 വരെ അതാണ് അതിന്റെ കണക്ക്. അതായത് 2.5, 2.25, 3 വരെയൊക്കെ ഒരു സ്വായ കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്വായിന്റെ പകുതി നിസ്ഫു സ്വായ, അര സ്വായ എന്ന് പറഞ്ഞാൽ 1.25 മുതൽ 1.5 വരെ, അല്ലെങ്കിൽ 1,200 ഗ്രാം. പിന്നെ 1.5 കൂട്ട നമ്മൾ അങ്ങനെ 1.5 കൂട്ടിയാൽ ഒരു നോമ്പിന് പകരം ആകുമ്പോൾ 30 നോമ്പിന് എത്ര കിലോ വരും? 45 കിലോ അരി വരും. 30 നോമ്പിന് ഇപ്പൊ രോഗിയാണ്, അസുഖം മാറുമൊന്നുമില്ല, ഇപ്പൊ കിഡ്നി രോഗിയാണ്, പേഷ്യൻ്റാണ്, അവർക്ക് പിന്നെ ഡയാലിസിസ് നടക്കുക ആഴ്ചയിൽ. അപ്പൊ അവർക്ക് ഇനി അതിന്റെ അസുഖം മാറട്ടെ, കിഡ്നി ശരിയായിട്ട് അത് കാത്തുകൊന്നും വേണ്ട, അവർ ആ ഭക്ഷണം കൊടുത്താൽ മതി. അത് ഒരു നോമ്പിന് പകരം 1.5 കിലോ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഭക്ഷിക്കാൻ ആളുകൾ ക്ഷണിക്കാം. അപ്പൊ 10 ആളുകൾ വിളിച്ചാൽ 10 നോമ്പിന് പകരമായി. ഒറ്റ നേരത്തെ 3 ദിവസമല്ല, ഒരു നേരത്തെ ഭക്ഷണം. അതല്ലെങ്കിൽ നോമ്പ് തുറക്കന്നെ 10 മിസ്കീനുകളെ വിളിക്കാം. അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ മിസ്കീനെ വിളിച്ചാൽ 30 ദിവസമായി. അത് ഏത് രൂപത്തിൽ ചെയ്യാം. ഇനി അരിയാണെങ്കിലും 1.5 കിലോ വെച്ചിട്ട് 45 കിലോ ഒരാൾക്ക് ഒരു മിസ്കീൻ കൊടുക്കുക, കുഴപ്പമില്ല. 10 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, അങ്ങനെ കുഴപ്പമില്ല. നോമ്പ് 30 ആണ്, 30-ലുള്ള 1.5 വീതം അത് വരണം എന്ന് മാത്രം. അങ്ങനെയാണ് അതിന്റെ പറ കൊടുക്കുക. സക്കാത്തുമായി ബന്ധപ്പെട്ട് സക്കാത്തിന്റെ പൈസയിൽ നിന്ന് മദ്രസ ചിലവിലേക്ക് നൽകാൻ പറ്റുമോ? സക്കാത്ത് എന്ത് ചിലവഴിക്കണം എന്നുള്ളത് അന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് തൗബയിൽ ഇന്നമ സ്വദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീന എന്ന് പറഞ്ഞ 9 വിഭാഗത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 8 വിഭാഗം. ആ വിഭാഗങ്ങളിലേക്ക് അത് പോകാവുന്നു. അതിന് ഫത്തീർ, മിസ്കീൻ, കടബാധിതൻ, പിന്നെ അങ്ങനെയുള്ള ആ വകുപ്പിനാണ് പോണത്. മദ്രസ, പള്ളി, യതീംഖാന തുടങ്ങിയതൊക്കെ സക്കാത്തിന് പുറമെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതകളിൽപ്പെട്ടതാണ്. മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയിൽപ്പെട്ടതാണെന്ന് മദർപ്പ ദീന് തിരഞ്ഞെടുക്കുക. അതിനാണ് സ്വന്തക്ക. ഇപ്പൊ സക്കാത്ത് എത്രയാണത്? 100-ലെ 2.5 റുപ്യാണ്. ബാക്കി 96 അല്ലേ? 100-ലെ 2.5 എത്തുള്ളൂ സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ അത് പള്ളികളിലേക്കോ മദ്രസകളിലേക്കോ അല്ലെങ്കിൽ ആ വഴിക്കോ അത് തിരിച്ചുവിടേണ്ടത് അത് അല്ലാഹു തആല പറഞ്ഞ എണ്ണി പറഞ്ഞ ആളുകൾ, അവരാണ് അതിന്റെ അർഹരായിട്ടുള്ള ആളുകൾ. നാട്ടിൽ കുറേ രോഗികൾ, വീടുണ്ടാക്കാൻ കഴിവില്ലാത്ത ആളുകൾ, മരുന്നിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അല്ലാഹു തആല ഈ ലോകത്ത് സാമ്പത്തിക വ്യവസ്ഥ സംവിധാനിച്ചത് അങ്ങനെയാണ്. കുറച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിലും അവരുടെയൊക്കെ പൈസ മറ്റുള്ള കയ്യിലുണ്ട്, അതുകൂടി അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ ഒരു മഹലിൽ ഓരോ മഹലിൽ കൃത്യമായി സക്കാത്ത് കൊടുത്താൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ലാണ്. ലോകത്ത് എന്താ വെച്ച വ്യവസ്ഥയാണ്. പക്ഷെ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഒരാൾ പടുകുഴിയിലേക്ക് പോകുന്നതും ഒരാൾ ഇങ്ങനെ ഉയർന്ന് വളർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ ഈ പള്ളി പോലെയുള്ള മദ്രസ പോലെയുള്ള സംരംഭങ്ങൾക്ക് സക്കാത്തിന്റെ പൈസ ഉപയോഗിക്കരുത്. അതുമാത്രമല്ല, നമ്മളിപ്പോ ഈ റമദാനിൽ വരുമ്പോൾ കിറ്റുകളുണ്ടല്ലോ, ഈ നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന കിറ്റ്, അതിനും എന്ത് ചെയ്യരുത്? സക്കാത്ത് ഉപയോഗിക്കരുത്. അത് വേറെ കാരണമുണ്ട്. ഒന്ന്, ഈ കിറ്റ് എല്ലാ 8 മിസ്കീനുകൾക്ക് ആയിക്കോണമെന്നില്ല. മിസ്കീനുകളല്ലാത്ത പൈസ ഉള്ള ആളുകൾക്ക് കിറ്റ് വരും. അപ്പൊ അതുകൊണ്ടായാലും സക്കാത്ത് ഉൾപ്പെടാൻ പാടില്ല. മാത്രമല്ല, സക്കാത്ത് കിട്ടുന്ന വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് സക്കാത്തിന്റെ പൈസ ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ ഒരാൾക്ക് കിറ്റല്ല വേണ്ടത്, അവർക്ക് മരുന്ന് വേണ്ടത്. ഒരാൾ വാടക വീട്ടിലെ അവന് വാടക കൊടുക്കാനുള്ള പൈസയാണ് വേണ്ടത്. ഒരാൾക്ക് വസ്ത്രമാണ് വേണ്ടത്. അപ്പൊ അവിടെ കുറെ അരി ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് പണം കയ്യിൽ വേണം, കാരണം കുട്ടികളെ പഠനം, കുട്ടികൾക്ക് ആവശ്യങ്ങൾ, ചികിത്സകൾ. അപ്പൊ സക്കാത്തിന്റെ പൈസ ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് എന്ത് വേണമെന്ന് അവനാ തീരുമാനിക്കണം, സക്കാത്ത് കൊടുക്കേണ്ട ആളല്ല, വാങ്ങുന്നവരെ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ആ കിറ്റുകളിൽ മറ്റൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള മറ്റുള്ള വ്യാപാര സംരംഭങ്ങൾ അതൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയായിട്ട് കാണാം. പിന്നെ സക്കാത്തിലൊരു വകുപ്പുണ്ട്, ഫീ സബീലില്ല. അത് വെച്ചിട്ട് അവർ ആളുകൾ പള്ളി മദ്രസ പറയാറുള്ളത്. സത്യത്തിൽ അവിടെ ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ പള്ളി മദ്രസമല്ല, അത് ജിഹാദാണ്. എന്നാ വകുപ്പുകളില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പടനായകന്മാർ, പട്ടാളക്കാർ, അവർക്കുള്ള ശമ്പളം, അവരുടെ പെൻഷൻ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യുദ്ധത്തിന് പോകാൻ പാടില്ല, സക്കാത്ത് കൊടുക്കണം. കാരണം യുദ്ധത്തിന് പോകണമെങ്കിൽ പോയ ഭക്ഷണം വേണം, പടയങ്കി വേണം, പടത്തോപ്പ് വേണം, പലതും വേണം. അതിനൊക്കെ സക്കാത്ത് പൈസ ഉപയോഗിക്കും. അതാണ് ഫീ സബീലില്ല എന്ന് പറഞ്ഞത്. പൊതുവെ ഫീ സബീലില്ല എന്ന് സാധാരണ പറയാറുണ്ട്. ആ ഫീ സബീലില്ല എല്ലാവരും അവിടെ പറഞ്ഞു. അങ്ങനെ ഫീ സബീലിലൊക്കെ ഒക്കെ ഫീ സബീലില്ലാവും. ഇപ്പൊ നമ്മളെ കൊടുത്തൊക്കെ സക്കാത്ത് കണക്കാവും. സക്കാത്ത് കൊടുക്കുമ്പോൾ സാധുക്കൾക്ക് സക്കാത്ത് കിട്ടില്ല, അത് അവന് അവസാനം ഉണ്ടാവും. അപ്പൊ ഏതായാലും അവിടുത്തെ ഫീ സബീലിൽ എന്താണ്? യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് ചില പണ്ഡിതന്മാർ അനിവാര്യ ഘട്ടങ്ങളിൽ എന്ത് പറഞ്ഞു?
ഒരു നാട്ടില് പിന്നെ പണ്ഡിതന്മാരൊന്നുമില്ല, രാവത്തും നടത്താൻ പറ്റിയ പണ്ഡിതന്മാരൊന്നുമില്ല. അപ്പോൾ സക്കാത്തിന്റെ പൈസ എടുത്തിട്ട് ഒരു പാവപ്പെട്ടവൻ ഒരു വ്യക്തിയെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. അവൻ തീരു പഠിക്കട്ടെ, അവൻ വളർന്ന് അവന്റെ ഫീസ് അവിടെ കൊടുക്കാം. അവൻ വളർന്നു വലുതായി മതപണ്ഡിതനായി വരണം. അത് ഫീസിന്റെ ഈ ജിഹാദിന്റെ ഭാഗമാണ്. അന്ന് ജിഹാദ് വാളുകൊണ്ടാണ്, ആ സാഹചര്യം അതായിരുന്നു. ഇന്ന് ദീനും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അപ്പൊ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ ഗ്രന്ഥം എഴുതി, മറുപടി വിമർശന ഗ്രന്ഥം മറുപടിയൊക്കെ എഴുതണം. അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യണം. സക്കാത്തിന്റെ പൈസ എടുത്തിട്ട് അതൊരു തരം ജിഹാദാണ്. അങ്ങനെയൊക്കെ ജിഹാദിന്റെ വകുപ്പുകൾ വരുന്നുണ്ട്. പള്ളി മദ്രസകൾ പൊതുവായി മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. നമുക്ക് ഷെയറുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് പൈസ ഷെയർ ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ലാഭവിഹിതം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മുതൽ മുടക്കിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ, അതോ ലാഭത്തിന് മാത്രം കൊടുത്താൽ മതി? ഷെയറിന് നമ്മൾ കൊടുത്ത പൈസ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം അറിയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ കുറെ ലോറികൾ വാടക കൊടുക്കുന്ന സ്ഥാപനം, ലോറി വാടകയ്ക്ക് ഓടുക, ലോറി വിൽക്കല്ല, ലോറി വാടകയ്ക്ക് ഓടുക. അതിൽ നമ്മൾ ഷെയർ കൂടിയാൽ ആ വാടകയായി കിട്ടുന്ന വരുമാനത്തിൽ എന്നാൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി. കാരണം ലോറി വിൽപ്പന നടക്കുന്നില്ല, ലോറി വരുമാന മാർഗമാണ്, ആ വരുമാനത്തിൽ സക്കാത്ത് കൊടുക്കണം. എന്നാൽ വേറെ സ്ഥാപനത്തിൽ നമ്മൾ ഷെയർ കൂടി, അത് വാഹന കച്ചവടം, കാറുകളുടെ കച്ചവടം, കാറ് വാങ്ങുകയാണ് പൈസ. നിങ്ങൾ ആ കാറ് വിൽക്കുന്നു, ലാഭം കിട്ടുന്നു, വീണ്ടും വാങ്ങുന്നു, നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇറക്കിയ മുതൽ മുടക്കമുണ്ട്. അപ്പൊ കടയിൽ ഇപ്പൊ 100 20 കാറുണ്ടെങ്കിൽ ആ കാറിന്റെ പൈസ കൂടി മുതൽ കൂട്ടണം, കിട്ടിയ ലാഭവും കൂട്ടണം. അത് കച്ചവടം പോലെ തന്നെ. നമ്മുടെ കടയിലെ കച്ചവടത്തിന് സക്കാത്ത് എങ്ങനെ വരിക? ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ജർദ് പറയും കണക്കെടുപ്പ്, മൊത്തത്തിൽ കടയിൽ എത്ര കൊടുക്കാറുണ്ട്? 5 ലക്ഷത്തിന്റെ. കഴിഞ്ഞ കൊല്ലം വിറ്റ് വരുമാനത്തിൽ ലാഭം കിട്ടിയത് 2 ലക്ഷം. അവിടെ ഇവിടേക്ക് ആളുകളെ കയ്യിൽ ഇരിക്കുന്ന പൈസ ഇത്ര ലക്ഷം. എല്ലാം കൂടി കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സക്കാത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെയാണ് ഷെയർ. ഞാൻ ഷെയർ കൂടിയത് എന്തിനാണ് ആദ്യം അറിയണം. ആ വസ്തു വിൽപ്പനയായി നടക്കുന്ന വസ്തുവാണോ, അതിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ ഭൂമിയിൽ ഒരാൾ ഷെയർ കൂടി, ഭൂമിയിൽ കൃഷി നടക്കുകയാണ്. അപ്പൊ ആ കൃഷിയിലാണ് അവിടെ പൈസ അടക്കുന്നത്. അപ്പൊ അവിടുത്തെ വരുമാനത്തിന് സക്കാത്ത് കൊടുക്കണം. എന്നാ ഭൂമി കച്ചവടത്തിൽ ഷെയർ കൂടിയാലോ, അങ്ങ് അവിടെ കൃഷി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ആ ഭൂമി കച്ചവടത്തിലിട്ടാണെങ്കിൽ സക്കാത്തുണ്ട്. അപ്പൊ ആ ഭൂമിന്റെ പൈസ കൂടി കൂട്ടണം. അപ്പോ ഏത് ഷെയർ കൂടിയോ അതിനകത്ത് ശേഷമാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കടത്തിന്റെ അത് കൊടുത്ത പൈസയാണ് തിരിച്ചു കിട്ടുന്ന ഉറപ്പില്ലാത്തത്. എത്ര കാലമായിട്ട്, കുറച്ച് കാലമായിട്ടുള്ളതാണ്, എത്ര കാലം കഴിഞ്ഞ് കിട്ടും എന്നുള്ള ഉറപ്പില്ലാത്തതാണ്. അതിന് സക്കാത്ത് കൊടുക്കുന്നത്. കടമായി കൊടുത്ത സംഖ്യകൾ അടുത്ത മാസം തരാം, ഗ്യാരണ്ടി ഉള്ളതാണ്, തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ സക്കാത്ത് ഈ കൊല്ലം തരികയാണെങ്കിൽ ഈ മാസത്തിൽ സക്കാത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത മാസം തിരിച്ചു കിട്ടാനുള്ള പൈസ കൂടെ കൂട്ടണം. ഒരാളെ 2 ലക്ഷം കടം വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ സക്കാത്തിന് 2 ലക്ഷം പൈസയുണ്ട്. ഈ 2 ലക്ഷത്തിന് കൂടെ എനിക്ക് കിട്ടാനുള്ള 2 ലക്ഷം കൂടി കൂട്ടണം, 4 ലക്ഷം. അതിന് വേണം സക്കാത്ത് കൊടുക്കാൻ. എന്നാൽ കിട്ടാക്കടമായി കിടക്കുന്നു, എന്ത് കിട്ടുമെന്നറിയില്ല, കിട്ടുമെന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ നമ്മൾ സക്കാത്ത് കൂട്ടേണ്ട ആവശ്യമില്ല. അത് എപ്പോഴാണോ കിട്ടുന്നത് കിട്ടുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്താൽ മതി, ആ പണത്തിന് സക്കാത്ത് കൊടുക്കണം. തറാവീഹ് നിസ്കാരത്തിൽ ഓരോ 2 റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കണം എന്നുള്ളതാണ്. ഓരോ 2 റക്അത്തുകളും കഴിയുമ്പോൾ സലാം കിട്ടുന്നു. സലാം കിട്ടിയാൽ ആ റക്അത്ത് അവസാനിച്ചു, പിന്നെ തുടങ്ങുന്നത് പുതിയ റക്അത്താണ്. അതുകൊണ്ട് ഓരോ 2 റക്അത്തുകളിലും തുടക്കത്തിൽ ചൊല്ലണം, പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണം. അതിപ്പോൾ നമ്മൾ അല്ലാഹു വാഹിദുബൈ സുദീർഘമായി ചൊല്ലണമെന്നില്ല, അല്ലെങ്കിൽ വജ്ജത്ത് വജ്ജികയിലില്ലതിന് സുദീർഘമായി ചൊല്ലണമെന്നില്ല. ചില ചെറിയ ചെറിയ പദങ്ങളും വന്നിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതേപോലെ തന്നെ അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കബീറ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വഅസീല. ഇങ്ങനെ പല റിപ്പോർട്ടുകളിൽ ചെറിയ ചെറിയ ദുആകളും ദിക്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥന ഏതായതുകൊണ്ട് അത് ഓരോ സലാം വീട്ടിൽ കഴിഞ്ഞാൽ ആ റക്അത്ത് അവസാനിച്ചു, പുതിയ റക്അത്ത് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ 7 റക്അത്തുകൾക്കിടയിലുമാണ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ളതല്ല. സാധാരണ നിസ്കാരത്തിൽ തന്നെ ദുആ വാജിബല്ല, സുന്നത്താണ്. എന്നാൽ അതൊക്കെ രീതിയിൽപ്പെട്ടതാണെങ്കിൽ സലാം വീട്ടിൽ അടുത്ത റക്അത്ത് തുടങ്ങുമ്പോൾ അത് ചൊല്ലായി. ഖുർആനോ ഓതി തീർക്കുമ്പോൾ റമദാൻ നമ്മൾ ഖുർആനിൽ കൂടുതലായി ഓതുമ്പോൾ അർത്ഥം കൂടി വായിച്ചിട്ടോ വേണോ, അതല്ല ഖുർആനെ വെറുതെ ഓതി തീർക്കുകയാണോ വേണ്ടത്? ഇത് 2 ഭാഗമാണ്. ഖുർആൻ എപ്പോഴും അർത്ഥം അറിഞ്ഞ് ഓതുക എന്നുള്ളത് ഏറ്റവും ഹൈറായ കാര്യമാണ്.
കാരണം ഓത്തിന്റെ സ്വാധീനം ജീവിതത്തിലുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് കേട്ട് മാസം രോഗിയായി കടന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആയത്ത് ഓതി കാറ്റി ക്ഷീണിച്ചു. അത് അർത്ഥം അറിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആന്റെ അർത്ഥം അറിയണം, അത് മറ്റൊരു വശമാണ്. എന്നാൽ പാരായണത്തിന് എന്തുണ്ട്? അതിൻ്റെതായ കൂലിയുണ്ട്. അത് അല്ലാഹു തആല പറഞ്ഞതാണ്. ഖുർആൻ അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായ കൂലിയുണ്ട്. ഒരാൾ പള്ളിയിലേക്ക് വന്നിട്ട് 2 ആയത്ത് പഠിച്ചാൽ അവർ 2 തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളുടെ പ്രതിഫലമാണ്. 3 ആയത്ത് പഠിച്ചാൽ 3 ഒട്ടകം കിട്ടുന്ന പോലെയാണ്. അത് ആ പഠനം എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള മറ്റൊരു ഭാഗം. എന്നാൽ തിലാവത്തോ അത് മറ്റൊരു കാര്യം, അത് പ്രതിഫലമുള്ള കാര്യമാണ്. ഓരോ അർത്ഥത്തിന് 10 പ്രതിഫലമുണ്ട്. അർത്ഥം അറിഞ്ഞില്ലാന്ന് കരുതിയിട്ട് പ്രതിഫലം കിട്ടാതിരിക്കില്ല. എന്നാൽ ഏത് ആയത്തും ഓരോന്നും അതിന്റെ അർത്ഥം അറിയാൻ തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരാൾ അതിന്റെ കൂടെ അർത്ഥം നോക്കിപ്പോയി, അപ്പൊ അത് ഏറ്റവും കൂടുതലായ കാര്യമാണ്. ഇത് മനപ്പാടാക്കലാണെങ്കിലോ അത് വേറൊരു കയ്യിലാണ്. കാരണം ആവർത്തിച്ച് വീണ്ടും ഓതാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ വ്യത്യസ്ത മേഖലയിലൂടെയാണ് അതിനെ കാണേണ്ടത്. ഒത്തിരി അതിൻ്റെതായ മഹത്വമുണ്ട്. അർത്ഥം പഠിക്കൽ അത് അതിൻ്റെതായ ഗുണവശങ്ങളും അതിനുണ്ട്. അർത്ഥം അറിയാതെ ഒരാൾ ഓടിയത് കൊണ്ട് പ്രതിഫലമില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. വന്ന ചോദ്യങ്ങൾക്ക് പെർഫ്യൂം ഉപയോഗിക്കാം, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാം. നബിസ്വല്ലല്ലാഹു ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഒന്നായിരുന്നു സുഗന്ധം. ഒരാൾ അത്തർ പൂശിയത് കൊണ്ട് കുഴപ്പമില്ല. അതിൽ നിരോധിക്കപ്പെട്ടത് ബഹൂറുകളാണ്. ബഹൂറുകൾ പുകയുള്ളത്. അപ്പോൾ അത് മൂക്കിലൂടെ കയറും. അപ്പൊ അങ്ങനെയുള്ള പുറപ്പിക്കുന്നത് എന്ത് ചെയ്യരുത്? നോമ്പുകാരനായിരിക്കെ ഉപയോഗിക്കരുത്. അതല്ലാത്ത നിലക്ക് ഒരാൾ എത്ര ഉപയോഗിച്ചു സ്പ്രേ ഉപയോഗിച്ചു വരുന്നില്ല. സ്വർണത്തിന്റെ സക്കാത്ത് എന്ന് പറയുന്നത്, ഒരാൾ തന്റെ കച്ചവടം തുടങ്ങി, ആ കച്ചവടം തുടങ്ങിയ ആള് തന്റെ കടയിലുള്ള മൊത്തം സ്വർണം എത്രയാണോ ആ സ്വർണത്തിന്റെ ടോട്ടൽ ഇന്നത്തെ സംഖ്യ വില കണക്കാക്കിയിട്ട് ആ സംഖ്യയുടെ 2% സക്കാത്തായിട്ട് കൊടുക്കണം. എത്രയാണോ സംഖ്യ ഉള്ളത് ഹരിക്കണം 2.5. എന്നിട്ട് ആ പെർസെൻറ്റേജ് ആ പൈസ സക്കാത്തായിട്ട് കൊടുക്കുക. അത് കൊടുക്കുമ്പോഴേ നമ്മൾ ബാക്കിയുള്ള എന്താവും നമുക്ക് അനുവദനീയാകുള്ളൂ. അത്രയും സ്വർണ്ണത്തിന് സക്കാത്ത് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ അല്ല അൻഫിഖു മിമ്മാ റസഖനാകും അല്ല പറയാം. നിങ്ങൾക്ക് നാം തമ്മിൽ നിങ്ങൾ കുടിക്കണം. അല്ല അതാണ്. ആ സ്വർണ്ണം ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 11 കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലം മുമ്പ് തലശ്ശേരിയിൽ ദിവസം കുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പേ സ്വർണ്ണക്കടയിൽ എൻ്റെ പുറത്തൊരു ഗ്യാസ് കൊണ്ടുവച്ചു. ഗ്യാസിനെ കുറിച്ച് കടയിലുള്ള ആളുകളൊക്കെ ഓടി, എല്ലാവരും ഓടിക്കും. അവിടെ സ്വർണ്ണമായിരിക്കണം, അവർക്ക് സ്വർണ്ണം വേണ്ടൊന്നും വേണ്ട. അവിടെ ക്യാഷിൽ ഒരുപാട് പൈസ ഉണ്ട്, വലിയ ജ്വല്ലറിയാണ്. ആരും പിന്നെ ഓണം തന്നെ മനുഷ്യൻ സ്വർണ്ണം പോയാലും വേണ്ട, പൈസ പോയാലും വേണ്ട. ഒരു ഗ്യാസ് പൊട്ടിയപ്പോൾ ഒരു ശബ്ദം കണ്ടപ്പോൾ അതിൻ്റെ കൂലി തീർന്നു. അത്രേ ഉള്ളൂ സമ്പത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ അവസ്ഥ. അപ്പൊ അല്ലാഹു തആല ഹദീസിൽ കാണാം, അത് മാറുക പണമൊക്കെ അല്ലാതെ എത്ര ഒരാളുടെ കയ്യിലുണ്ടെങ്കിലും അയാളുടെ ശ്വാസോച്ഛ്വാസം നനച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉപകാരം തീർന്നു. അല്ല വിചാരിച്ച സെക്കൻഡ് മതി എല്ലാം അവനത് ഉപയോഗശൂന്യമായി തീരാൻ. അപ്പൊ അതുകൊണ്ട് അത്രയും ഉള്ളതിന്റെ എങ്ങനെ പതക്കപ്പാടം കൊടുക്കേണ്ടതെന്ന് ചില ആളുകൾ ചിന്തിക്കും. അത്രയും അമ്മ കൊടുത്തതാണ് അവന്, അതിൽ 2.5 കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കുക. പിന്നെ അവൻ നിലനിൽക്കുന്ന നാട്ടിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കണമെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മഹലിലെ ഓരോ ബിസിനസ്സുകാരും ഓരോ ശമ്പളക്കാരും കൃത്യം അനുപാതത്തിൽ സക്കാത്ത് കണക്കാക്കി 2% വീതം ആ നാട്ടിൽ കൊടുത്താൽ അവിടെ ദാരിദ്ര്യമുള്ള ഒരാളുണ്ടാവില്ല. അത് ഇസ്ലാമിന്റെ കണക്കാണ്. അതില്ലാത്തത് കൊണ്ടാണ് പലിശ വ്യാപകമാകുന്നത്. ഇന്ന് ആധുനിക കണക്കെന്താ? ഇന്ന് പോണ രൂപത്തിൽ പലിശ സമ്പ്രദായം മുന്നോട്ട് പോകുകയാണെങ്കിൽ ലോകം 25 കൊല്ലം കൊണ്ട് തകർന്ന് തരിപ്പണമാവുക. തമ്മിൽ വെട്ടേറ്റ് കുത്തി അങ്ങോട്ട് കൊണ്ട് മനുഷ്യന്മാർ മരിക്കുന്ന അവസ്ഥ എത്തും. അതിനുള്ള വെച്ച മാർഗമാണെന്ത്? സക്കാത്ത് കൊടുക്ക്, സ്വതക്ക കൊടുക്ക്. അള്ളാഹ് അതിന് കുറേ മഹത്വം പറഞ്ഞു. നീ നിന്റെ സഹോദരനെ ഒരാവശ്യത്തിന് സഹായിച്ചാൽ നിന്റെ ആവശ്യത്തിന് നമ്മൾ നിന്റെ കൂടെ ഉണ്ടാകും. യഹോവയുടെ പ്രയാസം നീക്കി കൊടുത്താൽ പരലോകത്ത് നിന്റെ പ്രയാസം നീക്കി തരും. വെറുതെ കൊടുക്കുന്ന പറയല്ല, കൊടുത്തതിന് ഇന്നത് ഞാൻ തരാന്ന് കൂടി പറയാം. അപ്പൊ ആൾക്ക് തരാന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു കൊടുക്കാനുള്ള കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ ഒരാളിപ്പോൾ സ്വർണ്ണം ജ്വല്ലറി ആയിട്ടോ ഇനി ഒരാൾക്ക് ഒരു വാഹന കച്ചവടം, ഒരു കുറേ ബസ് വിൽപ്പന നടത്തുന്നത്. പണം നമ്മളിപ്പോൾ കാണുന്ന വരുന്നല്ല. ഒരിക്കൽ ഒരാള് 1.5 കോടി തന്നു. എന്തിനാണെന്നറിയോ? ഇത് സക്കാത്ത് കൊടുക്കുന്നത്.
ഒരാൾ പണം ഏൽപ്പിക്കുക 1.5 കോടി. ഈ 1.5 കോടി അയാളുടെ സ്വത്തിന്റെ 2% നിങ്ങൾ ഇത് സകാത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അള്ള കൊടുത്ത അള്ളാഹു വീണ്ടും അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനത്തെ ആളുകളെ കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും കയ്യിലും നന്മയുണ്ട്. അപ്പൊ റബ്ബ് കൊടുത്തിട്ടുണ്ട്. ആ റബ്ബ് കൊടുത്തത് എന്ത് ചെയ്യാൻ ചെലവഴിക്കുക. അല്ല അതിനെ മരിക്കണി നമ്മൾ കൊടുക്കുന്നത്. മരിക്കാൻ നേരത്തെ ഞാൻ കൊടുത്തോളാൻ പറഞ്ഞ കാര്യമില്ല, നീട്ടി കിട്ടൂല. അപ്പോൾ കൊടുത്താൽ ബാക്കി എന്തായി ശുദ്ധിയായി. അല്ല താക്കീതും കൊടുത്തു. സ്വർണ്ണവും വെള്ളിയും സക്കാത്ത് കൊടുക്കാണ്ട് ശേഖരിച്ചു വെക്കുന്ന ആളുകൾക്ക് നാളെ അവരുടെ വേറെ സ്ഥലത്ത് കൊണ്ടില്ല ആ സ്വർണം വെള്ളിയും ഒരുമിച്ച് കൂട്ടി തീരിട്ട് കരിച്ച് ഇസ്തിരിപ്പെട്ടി ആക്കിയിട്ട് നെറ്റിയും പാർശ്വങ്ങളിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കും. 50,000 വർഷത്തിന് ദൈർഘ്യം വരുന്ന ദിവസത്തിൽ വിചാരണകളുടെ അവസ്ഥ പറയുന്നത്. നരകശിക്ഷ വേറെ, അതിന് മുമ്പ് തന്നെ ശിക്ഷയുണ്ട്. അപ്പോൾ സ്വർണ്ണ എത്ര ഉണ്ടെങ്കിലും സമ്പത്ത് എത്ര ഉണ്ടെങ്കിലും അതിനൊക്കെ സക്കാത്ത് അവർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് അതിനകത്ത് പറഞ്ഞില്ല. അള്ളാഹു അതിൽ എണ്ണി പറഞ്ഞ ആളുകൾ അതിൽ ഒന്നാണെന്ന് പറയുമ്പോൾ മുഅല്ലഫത്തുൽ ഖുലൂബ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഇണക്കപ്പെട്ടവർ. അതായത് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു മനസ്സിലായി, അത് വരാനുള്ള എല്ലാ സാധ്യതയും ഇസ്ലാമിലും സ്വീകരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അവന്റെ സാമ്പത്തിക അവസ്ഥ സമ്മതിക്കുന്നില്ല. ഇങ്ങോട്ട് വന്നാൽ അവന്റെ കുടുംബം പ്രശ്നത്തിലാവും, സാമ്പത്തിക സ്രോതസ് നിന്നുപോകും, കുട്ടികൾക്ക് പോറ്റാനുള്ള മാർഗമല്ല, അവരും ജീവിക്കാൻ മാർഗമല്ല, അങ്ങോട്ട് പോകുകയില്ല, ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ ആളുകൾ അതാണ് അല്ലഫത്തുൽ ഖുലൂബ്. അതേപോലെ ഇങ്ങോട്ട് വന്നിട്ട് പ്രയാസം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും, കാരണം കുടുംബം ഒറ്റപ്പെടുത്തി, അവന്റെ ഭാര്യ ഒറ്റപ്പെടുത്തി, മക്കൾ ഒഴിവാക്കി, കുടുംബം എല്ലാവരും ഒഴിവാക്കി, അവൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഞെരുക, അവൻ തിരിച്ചു പോകും ചിലപ്പോൾ. അപ്പൊ അവരെ എന്ത് ചെയ്യണം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുഅല്ലഫത്തുൽ ഖുലൂബിൽ പണ്ഡിതന്മാരുണ്ട്. അതല്ലാണ്ട് പൊതുവെ ഒരു വിശ്വാസി ഒരാൾക്കില്ല സക്കാത്ത്. അത് മുസ്ലിമിന്റെ അവകാശമാണ് സക്കാത്ത്. അതുകൊണ്ടാണ് പൊതു നോമ്പ് തുടങ്ങേണ്ടത് സക്കാത്തിന്റെ പൈസ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ചിലപ്പോൾ അതിൽ ആരുണ്ടാവും, ആ മുസ്ലിങ്ങളുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ചെലവഴിക്കുന്ന പല മേഖലകളും മുസ്ലിമും അല്ലാത്ത മിക്സായി വരുന്നതിൽ ചിലപ്പോൾ ദുരിതാശ്വാസ പ്രശ്നം വന്നു. പണ്ഡിതന്മാരെ കത്തുവെന്താ സക്കാത്ത് പൈസ കൊടുക്കരുതെന്നാണ്. അതിലും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. മുസ്ലിം മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അപ്പൊ അതുപോലെയാണ് മുസ്ലിമിന്റെ ബാധ്യത. ഇവിടെ അങ്ങനെ ഈമാൻ പരിശോധിക്കണം. ബാക്കി 90,000 സക്കാത്ത് അല്ലാത്തവർക്ക് കൊടുക്കണം. അപ്പൊ നമുക്കത് ഒരു പ്രയാസമായി തോന്നാം. ഒരു തബൂക്ക് യുദ്ധ വേളയിൽ സ്വഹാബത്തിനോട് പറഞ്ഞു എല്ലാവരും കൊടുക്കണം. കാരണം പടയങ്കി വേണം, പടത്തൊപ്പി വേണം, ഭക്ഷണം വേണം, പോകാനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. നബി അപ്പ യുദ്ധത്തിൽ നമ്മൾ പേര് കൊടുക്കും. ഇരുപൊന്നുണ്ട്, പണ്ടുണ്ട്. അങ്ങനെ നബിസ്വലാസ്വലം പറഞ്ഞു എല്ലാവരും കൊടുക്കണം. അന്നാണ് ഉമർ പറഞ്ഞത്, ഞാൻ ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കും. അവരും മത്സരിക്കുകയാണ് ജയിക്കാൻ വേണ്ടി. ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും. ഉമർ അന്ന് ഉമർ പറയാം, അന്ന് എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് വെള്ളത്തിൻ്റെ പകുതി ഒരുപാട് ഒക്കെ കൂടി ഇങ്ങനെ റസൂൽ കൂട്ടായി തന്നെ വെച്ചു. ഉമറിനോട് നബി ചോദിച്ചു, ഉമറേ ഇതെല്ലാം കൂടി കൊടുത്തിട്ട് ഇനി എന്താ ബാക്കിയുള്ളത്? അതൊന്നും പേടിക്കേണ്ട നബിയെ, വീട്ടിലേക്ക് പോയി അത്രയും വലിയ ആവേശത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം അത്ര തോനെ കൊടുത്തിട്ടുണ്ട് തന്നെയാണ്. അബൂബക്കറിനെ വിളിച്ചു. അദ്ദേഹം കുറച്ച് നബി ഉപയോഗിച്ചു. ചോദിച്ചു, അബൂബക്കർ വീട്ടിലേക്ക് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂൽ, അല്ലാഹു റസൂലുണ്ട്. ഉള്ളത് അത് കുറച്ചാണ്, പക്ഷെ അദ്ദേഹം കൊടുത്തത് കൂടുതലാണ്. ഉള്ളതൊക്കെ കൊണ്ടുവന്നു കൊടുത്തു. ഉമറിന്റെ കയ്യിൽ കുറേ ഉണ്ട്, അതിന്റെ പകുതി കൊണ്ടുവന്നു കൊടുത്തു. അന്ന് ഉമർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി ഞാൻ അബൂബക്കറിനോട് അനുസരിക്കൂല. നന്മകൾ നിങ്ങൾ അനുസരിച്ച് മുന്നേറും. അപ്പൊ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വരുന്ന കേസുകൾ, അതേപോലെ തന്നെ പിന്നെ മറ്റേ ദുരിതാശ്വാസ വിഷയങ്ങൾ, അതിലൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റു വസ്തുക്കൾ ഉപയോഗിക്കലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇനി അതല്ല നമുക്കറിയാവുന്ന ഒരു നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരാൾ, അയാൾക്ക് വീട് വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് സംഗതി നടക്കുകയാണെങ്കിൽ നമ്മൾ സക്കാത്തിന് എടുത്ത് കൊടുക്കാം. പൊതുവായി നമ്മൾ കൊടുക്കുന്ന ഫണ്ടുകളുണ്ടല്ലോ, അതിൽ പലരും ഉണ്ടാവും. അപ്പൊ അതിലേക്ക് സക്കാത്ത് ഉപയോഗിക്കരുത്. അപ്പം ചിലപ്പോൾ വിമർശനം വരും, നിങ്ങളുടെ സക്കാത്തിന്റെ പൈസ പ്രയാസപ്പെട്ടവർ കൊടുത്തൂടെ? അത് നമ്മളിന് മറുപടി കണ്ടെത്തണം. നമ്മൾക്ക് സക്കാത്തിനേക്കാൾ കൂടുതൽ അവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, സക്കാത്തിന് 2 ഉള്ളൂ, ബാക്കി 90,000 അവിടെ ഉണ്ട്. അത് നിങ്ങൾ കൊടുക്കും. അപ്പൊ സക്കാത്തിനേക്കാൾ കൂടുതൽ എവിടെ കൊടുക്കേണ്ടത്? ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊടുക്കേണ്ടി വരും, കൊടുക്കാൻ പറ്റുമെങ്കിൽ. അതാണ് അതിന്റെ വസ്തുത. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം വേണ്ട. കണ്ണ് ചെവിയിലൊക്കെ പറ്റില്ല. മൂക്കാണ് എടുക്കണം.
പതുക്കുന്ന പ്രശ്നങ്ങൾ, അതായത് പിന്നെ ഓവർ ബ്ലഡ് വരുന്ന സംഗതികൾ ചെയ്യരുത്. അതിന് പെട്ടതാണ് ഇപ്പോൾ ഹിജാബ്. കൊമ്പ് വെക്കുന്നതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എന്നാലും കൊമ്പ് വെക്കാതിരിക്കലാണ് ഏറ്റവും, കാരണം ബ്ലഡ് എടുക്കണം, കുറേ ബ്ലഡ് എടുക്കുന്നു മനുഷ്യന്റെ ക്ഷീണത്തിന്റെ കാരണം. അതുപോലെ തന്നെ പല്ല് കുറച്ച് രക്തം വരുന്നത് പ്രശ്നമുള്ള കാര്യമാണ്, നോമ്പിനെ ബാധിക്കുന്നതല്ല. അതായത് നമ്മളൊരാൾക്ക് 1 ലക്ഷം കൊടുക്കാണ്ട് 2 ലക്ഷം കൊടുക്കാണ്ട്, അപ്പൊ ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തരണ്ട, കുറച്ച് പിന്നെ സാവകാശം തന്നാൽ മതി. ഈ കാശ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. നമ്മളെ കയ്യിൽ ക്യാഷായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ല വേറെ കടങ്ങളുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സക്കാത്തല്ല, ആദ്യം വേണ്ടത് കടം വീട്ടലാണ്. വിൽപ്പനയ്ക്ക് വെച്ച സ്ഥലത്തിന് സക്കാത്ത് കൊടുക്കണം. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വിൽപ്പന ശരിയായത്. അപ്പൊ ആ 2 കൊല്ലത്തിന്റെ സക്കാത്ത്. ഒരാൾ 10 സെന്റ് സ്ഥലമായി, നെയ്യത്തുണ്ടായിരുന്നു, കച്ചവടക്കാരനാണ്. സ്ഥലം വിൽപ്പനയ്ക്ക് എഴുതി വെച്ചിട്ട് നെയ്യത്തിലുണ്ടാവും വിൽപ്പനയ്ക്ക്. അപ്പൊ അങ്ങനെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ച വസ്തുവാണെങ്കിൽ കച്ചവടം നടന്നാലും നടന്നില്ലെങ്കിൽ അതിന് സക്കാത്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ ഈ കൊല്ലം കഴിഞ്ഞാൽ വിൽപ്പന ചരക്കാണ്, അതിന്റെ സക്കാത്ത് അവന് കൊടുക്കണം. അടുത്ത കൊല്ലം അതുണ്ട്, കച്ചവടം നടന്നിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? കച്ചവടം തന്നെ. 2ാമത്തെ കൊല്ലം ചെയ്യണം, സക്കാത്ത് കൊടുക്കണം. പിന്നെ കൊല്ലം കുറേ മുന്നോട്ട് പോകുമ്പോൾ കച്ചവടം നടക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ഡെഡ് മണിയായി, അതിന് സക്കാത്ത് കൊടുക്കരുത്. ഇതുപോലെ കടയിൽ നമ്മൾ ഇപ്പം വസ്തുക്കളുടെ സക്കാത്ത് കൊടുക്കും, 1 കൊല്ലം 2 കൊല്ലമൊക്കെ സക്കാത്ത് കൊടുക്കും. ചില വസ്തുക്കൾ 3-4 കൊല്ലമായിട്ട് വിറ്റ് പോകാത്തിരിക്കുന്നുണ്ടാവും. ഇപ്പം ഡ്രസ്സുകൾ മോഡൽ മാറിയ പ്രശ്നങ്ങൾ, വസ്തുവിന്റെ ഡേറ്റ് മാറി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ഡെഡ് മണി ആയിട്ട് ഇരിക്കുന്ന വസ്തുവാകുമ്പോൾ പിന്നെ എന്തില്ല, സക്കാത്ത് അതിന് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ വസ്തു ഏതെങ്കിലും സമയത്ത് വിറ്റ് പോയാൽ അപ്പം അതിനെന്ത് ചെയ്യണം? ആ കിട്ടിയത് സക്കാത്ത് കൊടുക്കണം. എന്നതുപോലെ സ്ഥലം, അത് ഇത്ര കൊല്ലം എന്നുള്ള കണക്കൊന്നുമില്ല. ഒരാള് നമുക്ക് തോന്നുകയാണ് 1-2 കൊല്ലം കേട്ടു, ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് കച്ചവടം നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ കച്ചവടത്തിന് എന്ത് മാറ്റും, എന്റെ സ്ഥലത്ത് അവിടെ കിടക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും കച്ചവടക്കാരൻ വരികയാണെങ്കിൽ വേണ്ടത് അപ്പം തീരുമാനിക്കണം. അല്ലാതെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി നിജത്ത് മാറ്റിലല്ല, അള്ളാനെ പറ്റിക്കുന്ന ആ പാടല്ല. നമുക്ക് കച്ചവടം നടക്കുകയാണെങ്കിൽ നടത്താൻ, അല്ലെങ്കിൽ വേണ്ട അപ്പം തീരുമാനിക്കാതെ അർത്ഥത്തിൽ കച്ചവടത്തിന് നിജത്തുന്നത് മാറ്റിയിടാം. അതല്ലാത്ത സ്ഥലത്ത് ഒരാൾ കച്ചവട വസ്തുവായിട്ട് തന്നെ വിട്ടുക. ഒരാൾക്ക് ഒരു സ്ഥലമല്ലല്ലോ, അപ്പുറത്ത് 5 സെന്റ് വേറെ കച്ചവടം വാങ്ങിക്കുന്നുണ്ട്. കച്ചവടക്കാരൻ എങ്ങനെയാണ്? ഇവിടെ 5 സെന്റ് ഉണ്ട്, ഇവിടെ 6 സെന്റ് ഉണ്ട്. അപ്പൊ ഇതല്ലെങ്കിൽ അത് വളരെ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പൊ ആ കച്ചവട വസ്തുവായിട്ട് കിടക്കുന്ന ഭൂമിയാണ് എങ്കിൽ അതിനകത്ത് സക്കാത്ത് കൊടുത്തിരിക്കണം. 2-3 കൊല്ലം കഴിഞ്ഞ് കച്ചവടം നടക്കണില്ല എങ്കിൽ അവന് പിന്നെ എന്ത് ചെയ്യാൻ മതി? പിന്നെ എപ്പോഴാണോ കച്ചവടം നടക്കുന്നത് അപ്പോൾ ആ 1 കൊല്ലം അതിന്റെ സംഖ്യയുടെ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഈ കഫം ഉമിനീരിതൊക്കെ നോമ്പിനെ മുറിക്കത്തോണ്ടേലും പിന്നെ ഉമിനീര് കഫവും നോമ്പ് മുറിയും എന്നുള്ളതില്ല. പക്ഷെ ഉമിനീരിലും കഫത്തിന് വ്യത്യാസങ്ങളുണ്ട്. കഫം നോമ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറക്കൽ ഹറാമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമിന്റെ പ്രത്യേക ഫത്വ തന്നെയുണ്ട്. കഫം അറക്കൽ എന്താണ്? കഫം രോഗാണുക്കൾ കൂടുതൽ ചിലപ്പോൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ മനുഷ്യന് ദോഷമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അത് കണ്ടെത്തിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ കഫം തുപ്പാവുള്ളതാണ്. എന്നാൽ അത് മറ്റുള്ള ഒരു തിന്ന പോലെയല്ല, മനുഷ്യന്റെ വയറ്റിലും അവന്റെ വായുവുള്ളതാണ്. വായിൽ നിന്ന് വരുന്നതാണ് കഫം. അപ്പൊ തലന്റെ ഭാഗത്തും നെഞ്ചിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പൊ അത് ചില സന്ദർഭങ്ങളിൽ അവന് തുപ്പാൻ കഴിയണമെന്നില്ല. നിസ്കരിക്കാൻ നിന്ന് കൈ കെട്ടി കഫം വന്നു, പിന്നെ തിന്നാൻ എടുത്തുവെക്കാനും പറ്റില്ല, തുപ്പാനും കഴിയുന്നില്ല. എന്നാൽ പിന്നെ മാർഗങ്ങളുണ്ട്. അവന് കയ്യിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിക്ക് പിടിക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല. അങ്ങനത്തെ നിർബന്ധ സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്യാം? അത് ഇറക്കിയിട്ട് നോമ്പ് തീരൂല, മുറിയില്ല. എന്നാൽ സാധാരണ സന്ദർഭങ്ങളിൽ അവന് കഫം ഒഴിവാക്കാണ് വേണ്ടത്. അത് നോമ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഉമിനീര് അങ്ങനെയല്ല. ഉമിനീര് ഇറക്കിയതുകൊണ്ട് ഒരിക്കലും നോമ്പ് കൂടിയില്ല. കഫം ഇറങ്ങിയതുകൊണ്ട് നോമ്പ് കൂടിയില്ല. ഉമിനീര് അങ്ങനെ തന്നെയാണ്. ഉമിനീര് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഉമിനീര് വേണം. റമദാൻ സ്പെഷ്യൽ ഉമിനീരൊന്നും ഇല്ല. അത് നമ്മളിങ്ങനെ നോമ്പാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തൊള്ളയിൽ വരുന്നതൊക്കെയാണ് അറിയും. അതല്ലാത്തപ്പോൾ എടുക്കും പോലെ ഒന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില്ലെങ്കിൽ മനുഷ്യന് ജീവിതം നിലനിൽക്കില്ല. അപ്പോൾ ഒരാൾ ഉമിനീര് ഇറങ്ങി അല്ലെങ്കിൽ കഫം ഇറങ്ങി എന്നത് കൊണ്ട് നോമ്പ് കുടിക്കുന്നില്ല. എന്നാൽ മനഃപൂർവ്വം കഫം ഒരാൾ ചെയ്യാൻ പാടില്ല, ഇറക്കാനും പാടില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സാഹചര്യം നിസ്കരിക്കാൻ നിന്ന് കഫം വന്നു, പിന്നെ തുപ്പാനും കഴിയില്ല, ഒഴിവാക്കാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയല്ലോ. അപ്പൊ അവിടെ കൊണ്ടാൽ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവർ നോക്കുന്നത് ബാധിക്കുന്നില്ല. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ കഫം അവർ തുപ്പിക്കളയാം. ഭർത്താവില്ലാത്ത സ്ത്രീകൾ 10.5 പവനിൽ കൂടുതൽ സ്വർണം അവർക്ക് സമ്പത്തായിട്ടുണ്ട്. വേറെ ജീവിത മാർഗങ്ങളൊന്നുമില്ല.
കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. ജീവിതമാർഗം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് വേറെ വിഷയമാണ്. സ്വർണത്തിന്റെ നിസാബ് എത്തി എന്നുള്ളത് വേറെ വിഷയമാണ്. സ്വർണത്തിന്റെ നിസാബ് നിശ്ചയിച്ച മിസ്കാല് അത് 10-10.5 പവൻ എന്ന കണക്ക് വരുന്നുണ്ട്. ആ 10.5 പവനോ അതിൻ്റെ അപ്പുറമോ ഉണ്ടെങ്കിൽ അവൻ്റെ സക്കാത്ത് കൊടുത്തിരിക്കണം. പിന്നെ ജീവിതമാർഗം നമുക്ക് അല്ലാഹുവിൽ തവക്കുൽ അത് ശക്തമായിരിക്കണം. ഒമാൻ യത്തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അല്ലാഹു ബരമേൽപ്പിച്ചാൽ അല്ലാഹ് മതി. ഒമാൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. അല്ലാഹു ഭയപ്പെട്ടാൽ സൂക്ഷ്മത കാണിച്ചാൽ അള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്തവർക്ക് നമ്മൾ റിസ്ക് തരും. അപ്പോൾ കയ്യിലുള്ളത് 10.5 പവനാണ്, സക്കാത്ത് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്, ഞാൻ ഇത് കൊടുത്ത് ഇനി ജീവിക്കാൻ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന ഒരു നിയമം ഒരിക്കലും വരുന്നില്ല. ജീവിതമാർഗം അതൊരു വിഷയം വേറെയാണ്. സക്കാത്തിന് അന്ന് നിശ്ചയിച്ച വരുമാനം അനുസരിച്ച് വേറെ. ഇവർക്ക് സക്കാത്ത് കൊടുക്കാനുള്ള അർഹമായിട്ടുള്ള പണം കയ്യിലുണ്ട്. 590 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ കയ്യിലുണ്ട്. നിസാബ് എത്തി, അവനും ചെയ്യണം. ഒരു കൊല്ലം തേഞ്ഞ പൈസ ആണെങ്കിൽ ഇനി ഭാവിക്ക് ജീവിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ഈ നിസാബ് എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ ഭാവി നാളത്തെ കാര്യമാണ്. നാളെ ആരും ജീവിച്ചിരിക്കുക, എത്ര ഉണ്ടാകുക നമുക്ക് അള്ളാന്റെ കയ്യിലെ കാര്യം. അത് അള്ളാഹ് നിയമങ്ങൾ പാലിച്ച് തത്വയോടെ കൂടെ നമുക്ക് കൈകാര്യം ചെയ്താലോ നിങ്ങൾ കണക്കാക്കാത്തടത്ത് നമ്മൾ ആ തവക്കുൽ നമുക്ക് ഉണ്ടാകുക, ഈമാന് ശക്തമാക്കുക. അലൈഹി കാഫിനാമത് നല്ല പോലെ. അപ്പൊ ഹസ്ബി അല്ലാഹ് കൊണ്ടുള്ള ഉദ്യത്തോടു കൂടി ചെയ്യുക, തഖ്വയോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നിയമങ്ങൾ പാലിക്കുക. വയറ് കഴുകിയാൽ നോമ്പ് മുറിയുമോ? വയറ് കഴുകി ചികിത്സന്റെ ഭാഗത്ത് വയറുള്ളിൽ കഴുകുന്ന വയറിന്റെ പിന്നെ ഉള്ളിലുള്ള കഴുകുക. ഉള്ളിൽ ചിലതൊക്കെ വിടണ്ടേ, വെള്ളം നന്നായിട്ട് കൊടുക്കണം. ഇത് വെറുതെ നമ്മൾ പൈപ്പടിക്കണമല്ല, കുറെ വെള്ളം നന്നായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരാൾ ECG എടുക്കുകയാണ്, നല്ല വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് മൂത്രമൊക്കെ മുട്ടിയ നടക്കണമാണ്. അല്ല സ്കാനിങ് എന്നതുപോലെയാണ് ഈ സംഗതി. നന്നായിട്ട് വെള്ളം അകത്തേക്ക് കൊടുക്കണം. അകത്ത് ചികിത്സ അത്രയും പ്രയാസമുള്ള ഒരാൾ അങ്ങനെ നോക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കിയിട്ട് അങ്ങനെ വയറിന്റെ പ്രയാസങ്ങൾ, വളരെ ബുദ്ധിമുട്ട് വന്നു, അപ്പോഴേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു രോഗിയാണ്, അവര് ക്ലീൻ ചെയ്താൽ മാത്രം പോലെ അതിന് പറ്റിയ മരുന്നുകൾ പറഞ്ഞ് കൊടുക്കണമെന്നില്ല. അപ്പൊ അവർ നോക്കിക്കേണ്ട ആവശ്യമില്ല. അല്ല വെറുതെ കിടക്കുന്ന സുഖത്തിന് വേണ്ടി നന്നാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ റമദാനല്ലാത്ത സമയത്ത് ചെയ്യുന്നു. വേണ്ട 10 പവൻ ഉണ്ടെങ്കിൽ വേണ്ട, 10.5 10.5 കൂടുതൽ. ഇനി വേറെ ഒന്ന്, എന്താ പറയാ, നിങ്ങളുടെ കയ്യിൽ 10 പവൻ സ്വർണ്ണം നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ചില കുട്ടികളാണ്, കെട്ടിച്ചിട്ടൊന്നുമില്ല. ഒരാളെ കയ്യിൽ 2 പവൻ ഉണ്ട് ചെയ്യുന്നു, വേറെ ആൾക്ക് 2 പവൻ ചെയ്യുന്നു. ഇത് രണ്ടും നിങ്ങളെയാണ്, അതിന്റെ ഉടമസ്ഥനെ കുട്ടിയല്ല, നിങ്ങളാണ്. അപ്പൊ ഈ 10 കൂടി 4 കൂടി കൊടുക്കും. അപ്പൊ മൊത്തം 14 പവനാണ്. 14 പവന്റെ സക്കാത്ത് കൊടുക്കും. അതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ളത്. അതേ സ്ഥാനത്ത് ഭാര്യന്റെ കയ്യിൽ 8 പവൻ, അത് അവളുടെ, നമ്മൾ വാങ്ങി കൊടുത്തതല്ല, അവളുടെ സ്വർണ്ണം. കുട്ടിയുടെ കയ്യിൽ 2 കുട്ടികൾക്ക് 4 പവൻ, കുട്ടിക്ക് നമ്മൾ വാങ്ങി കൊടുത്തത്, ആണുങ്ങൾ. അപ്പൊ ഭാര്യന്റെ സ്വർണ്ണം കയ്യിലെ സ്വർണത്തിന്റെ ഉത്തരവാദി ആരാണ്? ഭാര്യ. 8 പവന്റെ. ആ 8 പവൻ ഇത് കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല, കുട്ടികളെ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഭാര്യയുടെ സ്വർണത്തിന് സക്കാത്ത് നമുക്ക് ഭർത്താക്കന്മാർക്ക് കൊടുക്കാം, നമ്മൾ ഒപ്പം കടക്കുന്നു എന്നുള്ളത് കൊണ്ട് സഹകരണമാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് ഉത്തരവാദിത്വം ശരിക്കാരിക്കുന്നത് നമ്മൾക്ക് തന്നെയാണ്. പക്ഷെ അതിന്റെ ഉടമസ്ഥയും നമ്മളാണ്. എന്നാൽ കുട്ടിയുടെ കയ്യിലുള്ള ഉടമസ്ഥൻ വാപ്പ വാങ്ങിക്കൊടുക്കാം, അതിന് 8 കൂടെ കൂട്ടണ്ട. എന്നാൽ നിങ്ങളുടെ സ്വർണം നിന്റെ ഭാര്യ കൈ കൊടുത്തിട്ട് എപ്പം ചോദിച്ചാൽ എനിക്ക് തരണം, എനിക്ക് പൈസക്ക് ആവശ്യമെന്ന് ഞാൻ നോക്കും, എന്റെയാണ് ജി കെട്ടിക്കോ, എടുത്തോ ഈ തൽക്കാലം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണെങ്കിൽ ഉടമസ്ഥൻ ആരാണ്? ഈ ഭർത്താവാണ്. അപ്പൊ അതിന്റെ കൂടെ കുട്ടികളുടെ കയ്യിൽ കൂട്ടണം. അപ്പൊ ആരാണ് അതിന്റെ ഉടമസ്ഥൻ? എന്റെ ഉടമസ്ഥൻ കണക്ക്. അല്ല, ഒരാളെ കയ്യിൽ 15 ഉണ്ടെങ്കിൽ 15 കൊടുക്കും. ഇല്ല, അതാണ് ഈ സ്വർണത്തിന്റെ വിഷയത്തിൽ എത്ര മറുപടി വന്നാലും തീരാത്ത സംശയമാണ്. 11 പവൻ ഉണ്ടെങ്കിൽ അരക്കല്ല കൊടുക്കേണ്ടത്, 15 കൊടുക്കണം. അരപ്പന കൊടുത്താൽ എന്താ ഉണ്ടാകുക? അപ്പോ ഒരാളെ കയ്യിൽ 20 ഉണ്ടെങ്കിൽ ഈ 10 എന്തിനാണ് അത്ര ഉണ്ടെങ്കിലേ കൊടുക്കണ്ടുള്ളൂ എന്ന് പറയാൻ, അല്ലാണ്ട് അതിന്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. 20 ഉണ്ടെങ്കിൽ 20 കൊടുക്കണം. ഏതായാലും നമുക്ക് കൂടുതൽ പഠിക്കാൻ അറിയാം. അള്ളാഹു തആല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി മാറട്ടെ.
പഠിച്ച കാര്യങ്ങൾ നിലനിർത്താനും ഇമാനോട് നൽകാനും തോഫീക്ക് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.